ദൈവത്തിൻ്റെ അതിപരിശുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നല്ല അനുഗ്രഹപ്പെട്ട ഒരു നല്ല പകലിനെ സ്വർഗത്തിലെ കർത്താവ് നമുക്ക് ദാനമായി തന്ന ആ വലിയ ദൈവത്തിൻ്റെ വലിയ കൃപയെ ഓർത്ത് നന്ദിയോട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം ഹല്ലേലൂയ. കഴിയുമെങ്കിൽ കർത്താവ് നമുക്ക് അനുവദിക്കുന്നുവെങ്കിൽ സ്തോത്രം അടുത്ത ആഴ്ച ചർച്ചിലിരുന്ന് ദൈവത്തെ ആരാധിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. സ്തോത്രം അതിനൊരു തടസ്സവുമില്ലാതെ സ്തോത്രം ആ പ്രാർത്ഥന മുന്നോട്ട് പോകാൻ സ്വർഗത്തിലെ ദൈവം നമ്മളെ സഹായിക്കേണ്ടതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയെ കഴിയാത്ത ഒരു കാര്യവും നമ്മുടെ ജീവിതത്തിനകത്ത് ഇല്ല. അത് മനസ്സിലാക്കിയവരാണ് നമ്മൾ ഓരോരുത്തരും, അനുഭവിച്ചവരാണ് നമ്മൾ ഓരോരുത്തരും. അപ്പോൾ നമ്മൾ പ്രാർത്ഥനയെ കഴിയാത്ത ഒരു കാര്യവും നമ്മുടെ ജീവിതത്തിനകത്ത് എന്തില്ല, ഒരു കാര്യവും ഇല്ല. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഇന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ മഹത്വവും അനുഗ്രഹവും പ്രാപിക്കുവാൻ കഴിയും. സ്തോത്രം. ഇന്ന് എനിക്ക് വലിയ സന്തോഷം ആമികാലയ സ്തോത്രം ഉള്ളൊരു പകലാണ്. കാര്യം സ്തോത്രം എൻ്റെ മകന് ആമികാലയ കഴിഞ്ഞ 10ാം ക്ലാസ്സിനകത്ത് ഒരു നല്ല റിസൾട്ട് സ്വർഗത്തിലെ ദൈവം ഒരുക്കി കൊടുത്തു. ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ചില റിസൾട്ടാണ് കൊടുത്തത്. അതൊരിക്കലും എന്റെ കുടുംബത്തിന്റെ പ്രാർത്ഥനയല്ല, ദൈവസഭയുടെ മുട്ടിപ്പായുള്ള പ്രാർത്ഥനയിലാണ് ദൈവം മറുപടി നൽകിയത്. എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ ദാസനും കുടുംബവും ആമികാലയ അപമാനപ്പെടാൻ ഇടവരുത്തല്ലേ, ദൈവം മാനിക്കണമെന്ന് ആമി സ്തോത്ര സഭയിലുള്ള ഓരോ കൂടപ്പിറപ്പുകളുടെയും ആത്മാർത്ഥതയുള്ള പ്രാർത്ഥനയുടെ മറുപടിയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് കാണുവാനും കേൾക്കുവാനും അനുഭവിക്കുവാനും ദൈവം നൽകിയത്. സ്തോത്രം. എനിക്ക് ദൈവസ്ഥനിൽ ഒരു പ്രാർത്ഥന ഉണ്ടായിരുന്നു. ആമി ഒരിക്കലും ഡൊണേഷൻ കൊടുത്ത് എന്റെ കുഞ്ഞിനെ പഠിപ്പിക്കേണ്ട കാര്യം വരല്. കാര്യം എന്തായാലും ഡൊണേഷൻ കൊടുക്കുന്നതും ദശാംശ പൈസ, അല്ലാതെ എനിക്ക് വേറെ വരുമാനമൊന്നുമില്ല. സ്തോത്രം. ആ ദശാംശ പൈസ ഒരിക്കലും എന്തിനുള്ളതല്ല, ഡൊണേഷൻ കൊടുക്കുവാൻ ഉള്ളതല്ല. അത് ഞാൻ ദൈവസ്ഥനിൽ ഒരുപാട് പാർച്ചൊരു വിഷയമാണ്. പക്ഷെ സ്വർഗത്തിലെ ദൈവം അപ്രകാരം അത്ഭുതം ചെയ്തു. ആമേകാലയിൽ 9 A+ഉം 1 B+ഉം അവന് ദൈവം കൊടുത്തു. അത് ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷമാണ്. സ്തോത്രം. അത്രയും മാർക്ക് ദൈവം അത്രയും ഒരു വിജയം കൊടുത്തതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അത് മാത്രമല്ല, കർത്താവ് തന്ന 3 മക്കളും കർത്താവിന്റെ വേലയിൽ തന്നെ നിൽക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അതിനുവേണ്ടിയാണ് ഞാൻ ഓരോ ദിവസവും ദൈവത്തിന്റെ സന്നിധിയിൽ അപേക്ഷിക്കുന്നത്. സ്തോത്രം. കാര്യം എന്തുവാ, എന്റെ കുഞ്ഞുങ്ങൾ എന്താവണം, ദൈവത്തിന്റെ വേല ചെയ്യണം. ഞാൻ ഏറ്റവും ശ്രേഷ്ഠമായ ആമികാലയിൽ ഒരു പദവിയായിട്ടാണ് എന്തിനെ കണ്ടിരിക്കുന്നത്, കർത്താവിന്റെ വേലയെ കണ്ടിരിക്കുന്നത്. കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നത് ഏറ്റവും വലിയ പദവിയായി ഈ ലോകത്തിൽ എന്റെ ജീവന്റെ കാട്ടി വലുതായിട്ടാണ് ഞാൻ അതിനെ കണ്ടിരിക്കുന്നത്. അതുകൊണ്ടാ സ്തോത്രമാല എന്റെ മക്കൾ ആ രീതിയിലേക്ക് വരുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടിയാണ് സമർപ്പിച്ചു വെച്ചിരിക്കുന്നത്. അതിനുവേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. സ്തോത്രം. ദൈവമക്കളുടെ പ്രാർത്ഥന അതിനകത്ത് എപ്പോഴും ഉണ്ടാവണം. അത് ഞങ്ങൾക്കൊരു അനുഗ്രഹമായിരിക്കും. സ്തോത്രം. അതേപോലെ തന്നെ സ്തോത്രം രണ്ട് പ്രാർത്ഥനാ വിഷയമുണ്ട്. പ്രാർത്ഥനാ വിഷയം പ്രാർത്ഥിച്ചിട്ട് ചില കാര്യങ്ങൾ പറയട്ടെ, ദൈവത്തിന്റെ വചനത്തിലേക്ക് വരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം. സ്തോത്രം. കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ ഒരു അപകടമായിരുന്നു അനുവർന്ന് വന്നത്. പക്ഷേ ദൈവം അത് അത്ഭുതമായി ദൈവം അതിനകത്തുനിന്നെല്ലാം ദൈവം വിടുവിച്ച ദൈവത്തിന്റെ വലിയ കൃപയെ ഓർത്ത് നന്ദി പറയുന്നു. അതുപോലെ വാഹനത്തിനൊരു കുഴപ്പമില്ല, ചെറിയ പ്രശ്നത്തോട് ദൈവം അതിനെ ഒതുക്കി തീർത്ത വലിയ കൃപയെ ഓർത്ത് നന്ദിയോട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കാര്യം സ്തോത്രം. ആ അപകടം നല്ല രീതിയിൽ വന്നായിരുന്നെങ്കിൽ ഇപ്പൊ വിസയിലെ അടിച്ചിരിക്കുന്ന ആളെ ഏർപ്പാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. സ്തോത്രം. ദൈവം അതിലൊന്നും ഇടവരുത്താതെ ദൈവം അത്ഭുതമായി ദൈവം വിടുവിച്ച ദൈവത്തിന്റെ വലിയ കൃപയെ ഓർത്ത് നന്ദി ഞാൻ പറയുന്നു. സ്തോത്രം. അതുപോലെ നമ്മളെ സഭയ്ക്കകത്ത് കടന്നു വരുന്ന സ്തോത്രം ഒരു ദൈവദാസനും കുടുംബമുണ്ട്. സ്തോത്രം. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളെ ദൈവദാസന കുടുംബത്തിന് വേണ്ടി പാർച്ചുകൊണ്ടിരിക്കുന്നതാണ്. സ്തോത്രം. പല പ്രതികൂലത്തിന്റെ മധ്യയിലും ദൈവത്തിന് വേണ്ടി ശക്തമായി നിൽക്കുന്ന ഒരു ദൈവദാസനാണ്. ആ കുടുംബം കഴിഞ്ഞ ദിവസം വിളിച്ചു പറഞ്ഞു, അവർ കുടുംബമായി കൊറോണ ബാധിച്ചിരിക്കുവാണ്. ദൈവം അവരെ വിടുവിക്കേണ്ടതിനായി. അതുപോലെ ഹാർട്ടിന് പ്രോബ്ലം ഉള്ള മനുഷ്യനാണ്. കുറച്ച് അസ്വസ്ഥതകൾ ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് പൂർണ്ണമായി അറിയാം, ഇന്നലെ രാത്രിയോളം അല്ലെങ്കിൽ ഇന്നത്തെ പ്രാർത്ഥനയോളം ദൈവം പൂർണ്ണമായി സൗഖ്യമാക്കും. കാര്യം കർത്താവ് അറിയാതെ ഒന്നും ദൈവമക്കളെ കുടുംബത്തിനകത്ത് ഒന്നുണ്ടാകത്തില്ല, വരത്തില്ല. ഒന്ന് ശക്തമായി ഈ 2 പേർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം. ആ കർത്താവിന്റെ ദാസനെ കുടുംബത്തെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവത്താൽ അസ്ഥാപിതമായി ദൈവത്തിന്റെ അനുഗ്രഹമായി
കൃപയാൽ നിറയ്ക്കുന്നത്. ദൈവത്തിന് വലിയ കൃപയാൽ നിറയ്ക്കട്ടെ. വലിയ ആശ്വാസം ഉണ്ടാവട്ടെ. വലിയ അത്ഭുതം ഉണ്ടാവട്ടെ. ദൈവാത്ഭുത സാക്ഷി കേൾപ്പിക്കുന്നതിനായി ദൈവം രണ്ട് കുടുംബത്തിലെ രണ്ട് വ്യക്തികളെ ആ കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. ദൈവം വിടുവിക്കുന്നതിനായി സ്തോത്രം. ആശ്വാസം പകരുന്നതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ ആമേൻ. പ്രാർത്ഥന കേട്ട് സ്വർഗ്ഗം തുറന്ന് ആമേൻ ഹല്ലേലൂയ. അനുഗ്രഹിച്ചതിനായി കരങ്ങളിൽ സ്തുതിച്ചേ. ഒന്നുകൂടെ ഒന്ന് എഴുതി സ്തുതിച്ചേ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. അനുഗ്രഹപ്പെട്ട ആമേൻ ഹല്ലേലൂയ. സ്തോത്രം. വിടുതലുകളെ ഇന്ന് ആമേൻ ഹല്ലേലൂയ. സ്തോത്രം. ആ കുടുംബത്തിനകത്ത് ദൈവം പകർന്നിരിക്കുന്ന ദൈവത്തിന്റെ ആ വലിയ ദയയെ ഓർത്ത് നന്ദിയോട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. സ്തോത്രം. കാര്യം സ്തോത്രം. ഇന്നത്തെ പ്രാർത്ഥന ഇന്നലെ മുതൽ ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഇന്നത്തെ പ്രാർത്ഥന എന്തോ ആയാലും ദൈവത്തിന്റെ വലിയൊരു അത്ഭുതം ആ കുടുംബം കാണും. ദൈവം അവരെ അനുഗ്രഹിക്കും. സ്തോത്രം. ഞാൻ ഒരു വാക്കുകൾ രണ്ട് മൂന്ന് ചില വാക്കുകളും പറഞ്ഞിട്ട് ദൈവത്തിന്റെ വചനത്തിലേക്ക് കയറുവാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം. എനിക്ക് അമയാലിയ ഈ പറയുന്ന കാര്യത്തോട് സ്തോത്രം ആലിയ പലപ്പോഴും എനിക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എങ്കിൽ പോലും ഞാൻ ആ രണ്ട് വാക്ക് പറയുവാൻ ദൈവസന്നിധി അമയാലിയ ആഗ്രഹിക്കുന്നു. കർത്താവ് വെളിപ്പെടുത്തി തന്നതുകൊണ്ട് പറയുവാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം. കഴിഞ്ഞ സൺഡേയിലെ ആരാധനയെല്ലാം കഴിഞ്ഞപ്പോൾ സ്തോത്രം വൈകിട്ട് സമയത്ത് ഞാനിങ്ങനെ ഇവിടെ ഈ നിൽക്കുന്ന സമയത്ത് സ്തോത്രം ഈ ഭവനത്തിന് അടുത്തുള്ള സ്തോത്രം നല്ല സാമ്പത്തികമായ നല്ല മെച്ചപ്പെട്ട നിൽക്കുന്ന ഒരു വ്യക്തി. സ്തോത്രം. ഞാനത് പറഞ്ഞ വേറെ കൊണ്ടല്ല, പുള്ളി ഉയർത്തിയൊന്നും അല്ല പറഞ്ഞത്. സ്തോത്രം. പുള്ളി എങ്ങനെ ആവാനുള്ള കാരണമാണ് ഞാൻ പറഞ്ഞത്. അത് ഞാൻ പറയാൻ പോവുക. സ്തോത്രം. ആ വ്യക്തി വന്നിട്ട് സ്തോത്രം എന്നോട് ഇവിടെ വന്നിട്ട് എന്ന് പറഞ്ഞ് പാസ്റ്റർ കുടുംബം എന്റെ പ്രവർത്തനത്തിലോട്ട് വരണം. സ്തോത്രം. ഞാൻ പറഞ്ഞു ഞാൻ വേറെ ദിവസം വരാം. സ്തോത്രം. കഴിവതും എനിക്ക് ഇങ്ങനത്തുള്ള കാര്യങ്ങളോടൊന്നും വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ ആവുന്ന പറഞ്ഞു. സ്തോത്രം. അല്ല പാസ്റ്ററെ, ഇന്നേ ഞാൻ വീട്ടിൽ കാണത്തുള്ളൂ, പാസ്റ്റർ വരണം. സ്തോത്രം. ആദ്യം പുള്ളി ചോദിച്ചു ഇന്ന് എന്തോ പരിപാടി, ആദ്യം എന്നോട് ചോദിച്ചു. അപ്പൊ ഞാൻ പരിപാടി ഒന്നുമില്ല, ഇനിയും സ്തോത്രം പ്രാർത്ഥിക്കണം, പല ഫുഡ് കഴിക്കാൻ കിടന്ന് ഉറങ്ങണം. സ്തോത്രം. പുള്ളി പറഞ്ഞെങ്കിൽ എന്റെ ഭവനത്തിൽ വരണം. പുള്ളി ആദ്യം എല്ലാം ചോദിച്ചറിഞ്ഞിട്ടാ വന്ന് എന്റെ അടുത്ത് ഇത് പറയുന്നത്. സ്തോത്രം. അങ്ങനെ പുള്ളിയുടെ ഭവനത്തിലേക്ക് എന്നെ ക്ഷണിച്ചു. സ്തോത്രം. ഞാന് വൈകിട്ട് രാത്രി ആയപ്പോൾ 8 മണിയായപ്പോൾ ഞാനും വൈഫോട് വന്നിട്ട് ചെന്നപ്പോ അവര് വെയിറ്റ് ചെയ്തിരിക്കും. സ്തോത്രം. കാത്തിരിക്കുക, വെയിറ്റ് ചെയ്ത് പുറത്തിരിക്കുക. സ്തോത്രം. അകത്ത് ചെന്നു. സ്തോത്രം. പുള്ളി സ്തോത്രം ഒരുപാട് ആത്മീയ കാര്യങ്ങൾ സംസാരിച്ചു. ഞാൻ പലപ്പോഴും അവരെ കണ്ടിട്ട് ഞാൻ ഓർത്ത് അത്രയും ആത്മീയ അന്തരീക്ഷമൊന്നും അവരുടെ ഭവനത്തിനകത്ത് ഇല്ലെന്ന് ചിന്തിച്ചൊരു വ്യക്തിയാണ് ഞാൻ. പക്ഷെ അകത്ത് ചെന്നപ്പോഴറിയുന്നേ അവർക്ക് ഭയങ്കര ആത്മീയതയുണ്ട്. സ്തോത്രം. എന്ന് പറഞ്ഞാൽ ദൈവവചനത്തിനെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുകയും അനുസരിക്കുകയും ദൈവദൂതിന് പ്രാധാന്യം കൊടുക്കുന്ന വ്യക്തിയാണെന്നും ദൂതാണ് എന്നെ ഇങ്ങനെ ഉയർത്തിയെന്നെല്ലാം പറയുന്നത് കേട്ടപ്പോഴേ ഞാൻ ഞെട്ടിക്കും. സ്തോത്രം. ഞാൻ ഓർത്തു ആ ഇളയ സ്തോത്രം മോള് ഈ കാലഘട്ടത്തിലെല്ലാം ഉള്ള കുഞ്ഞുങ്ങളാണ്. പക്ഷെ ആ കുഞ്ഞിന്റെ വായിൽ നിന്ന് വരുന്ന ഓരോ ദൈവവചനത്തിന്റെ ആ തീഷ്ണത കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ഇത്രയും ആത്മീയത ഈ തലമുറകൾക്കുണ്ടല്ലോ എന്ന് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിച്ചു. സ്തോത്രം. സ്തോത്രം. പുള്ളി എന്നോട് പറഞ്ഞത് സ്തോത്രം പാസ് ചില കാര്യത്തിനകത്ത് സ്തോത്രം താല്പര്യമില്ല, മാറി നിൽക്കുന്ന ആളാന്ന് എനിക്കറിയാം. സ്തോത്രം. അതുകൊണ്ട് ഞാൻ പറയുക, പാസ്റ്ററിന്റെ സഭയിലുള്ള ദൈവമക്കളെ അനുഗ്രഹത്തിന് ഒരിക്കലും പാസ്റ്റർ തടസ്സമായി നിൽക്കണം. ഞാൻ പറഞ്ഞു അങ്ങനെ ചോദിച്ചേ, എനിക്കതിനെ പറ്റി ഒരു കാര്യവും മനസ്സിലായില്ല. എന്റെ സഭയ്ക്കകത്ത് വരുന്ന ദൈവജനത്തിന്റെ അനുഗ്രഹത്തിന് വേണ്ടിയാണ് ഞാൻ നിൽക്കുന്നത്, ഞാൻ ജീവിക്കുന്നത്. കാര്യം അവരെ അനുഗ്രഹിച്ചാലേ എന്നെ ദൈവം അനുഗ്രഹിക്കത്തുള്ളൂ. അതേപോലെ തന്നെ അവരുടെ അനുഗ്രഹം കാണുവാനും അവരുടെ അനുഗ്രഹത്തിനോടൊപ്പം നിൽക്കുവാനോ ഞാൻ ഇപ്പോഴും ആഗ്രഹിക്കുന്നത്. സങ്കടത്തിലല്ല, അനുഗ്രഹത്തിന്. അവർ സങ്കടത്തിനകത്തും അനുഗ്രഹത്തിനകത്തും ഞാനുണ്ട്. എങ്കിലും അവർക്ക് അനുഗ്രഹം കിട്ടുമ്പോഴേ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം വരുന്നത്. സ്തോത്രം. ഞാൻ ചോദിച്ചു, പുള്ളിയോട് ചോദിച്ചു അത് എന്താന്ന് ചോദിച്ചോ. പുള്ളി എന്നോട് പറഞ്ഞു, പക്ഷേ സ്തോത്രം സ്തോത്രം ദൈവത്തിന് വേണ്ടി കൊടുക്കുന്നുവെങ്കിൽ മാത്രമേ ദൈവം നമ്മളെ അനുഗ്രഹിക്കത്തുള്ളൂ. അപ്പൊ എനിക്ക് ഒരു കാര്യം മനസ്സിലായി, സാമ്പത്തിക വിഷയമാണ് സംസാരിക്കാൻ പറ്റുന്നതെന്ന് മനസ്സിലായി. സ്തോത്രം. ഞാൻ പറഞ്ഞു ഞാൻ അതിനെപ്പറ്റി കൂടുതലായിട്ട് പറയാറില്ല. പക്ഷെ ദൈവസഭയ്ക്കകത്തുള്ള ദൈവജനം അതിനകത്ത് വിശ്വസ്തര. എനിക്ക് ദൈവം തന്നിരിക്കുന്ന ദൈവജനം അതിനകത്ത് വിശ്വസ്തര. അതെനിക്ക് പൂർണ്ണമായി അറിയാം. അവരെ ദൈവം അനുഗ്രഹിച്ചിരിക്കും. സ്തോത്രം. കാര്യം സ്തോത്രം ദശാംശം എന്ന് പറയുന്നത് എന്തുവാ? 10 എന്ന് പറഞ്ഞാൽ 100 രൂപ നിനക്ക് കിട്ടിയെങ്കിൽ 90 രൂപ നിനക്കുള്ളതാ, 10 രൂപ ആർക്കുള്ളതാ? ദൈവത്തിനുള്ളതാ. 1000 രൂപ നിനക്ക് കിട്ടുന്നുവെങ്കിൽ അതിനകത്ത് 900 രൂപ നിനക്കുള്ളതാ, 100 രൂപ ആർക്കുള്ളതാ? ദൈവത്തിനുള്ളതാ. എങ്കിൽ മാത്രമേ ദൈവം നിന്നെ എന്ത് ചെയ്യത്തുള്ളൂ? അമർത്തി കുലുക്കിയ പ്രതിഫലത്താൽ അനുഗ്രഹിക്കത്തുള്ളൂ. ദൈവത്തിന്റെ വചനമുള്ളതാണ്. അനുഗ്രഹിക്കത്തുള്ളൂ. സ്തോത്രം. അങ്ങനെ ചെയ്യുന്ന ദൈവമക്കളെ നിശ്ചയമായി ആരനുഗ്രഹിക്കും? ദൈവം അനുഗ്രഹിക്കും. കാര്യം എന്തുവാ? സ്തോത്രം.
1000 രൂപ കിട്ടിയ 100 രൂപ എനിക്കുള്ളതല്ല, എനിക്കത് തൊടുവാൻ പോലുള്ള യോഗ്യതയില്ല. കാര്യം എന്തുവാ? ഈ 900 രൂപ ആര് തന്നതാ? എന്റെ ദൈവം തന്നെങ്കിൽ ഈ 100 രൂപ ആർക്കുള്ളതാ? ദൈവത്തിനുള്ളതാ. ദൈവത്തിന് കൊടുക്കാതെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? അനുഗ്രഹം പ്രാപിക്കാൻ പറ്റില്ല. അങ്ങനെ പിടിച്ചു വെക്കുന്നുവെങ്കിൽ അത് വേറെ വഴി കൂടെ പൊക്കോണ്ടിരിക്കും. സ്തോത്രം. ഞാൻ ഒരിക്കലും ആരെയും സ്തോത്രം കമ്പയർ ചെയ്ത് പറയത്തില്ല, നിങ്ങൾ കൊടുക്കണം, നിങ്ങൾ ഇതിനെ. സ്തോത്രം. ദൈവവചനം പറഞ്ഞിരിക്കുന്നതാ, എങ്കിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? അമർത്തി കുളിക്കുക, പ്രതിഫലം ലഭിക്കത്തുള്ളൂ. സ്തോത്രം. ഞാൻ ഇത് പറയുന്നത് കൊണ്ടല്ല. ഇന്ന് സ്തോത്രം ഈ പുള്ളിക്കാരൻ ഇത് ശ്രദ്ധിക്കും. പുള്ളിക്കാരൻ പറഞ്ഞ് ഇത് ദൈവവചനം ഒന്ന് പറയണം, ദൈവവചനം അല്ലേ പറയണമെന്ന് പറഞ്ഞത് കൊണ്ട് ഞാൻ പറയുന്നതാ. എന്ന് പറഞ്ഞാൽ പുള്ളി എന്നോട് പറഞ്ഞു, ഞങ്ങൾ വട്ടപൂജ്യമായിരുന്നു, ദൈവസന്നിധി ഞങ്ങൾക്ക് തരുന്നതിന് ഞങ്ങൾ വിശ്വസ്തരായപ്പോഴാണ് ആരനുഗ്രഹിക്കാൻ തുടങ്ങിയത്. ദൈവം ഞങ്ങളെ ഓരോ പടിയെ അനുഗ്രഹിക്കാൻ. ഇന്ന് ഈ കാണുന്നത് മൊത്തവും പക്ഷേ ഇതിന്റെ അനുഗ്രഹമാണ്. സ്തോത്രം. കാര്യം എന്തുവാ? പല കാര്യത്തിനകത്ത് ഞങ്ങൾ തെറ്റിപ്പോയിട്ടുണ്ട്, പക്ഷേ ദശാംശത്തിന്റെ കാര്യത്തിനകത്ത് എന്തില്ല, ഞങ്ങൾ തെറ്റിപ്പോറില്ല. ഉള്ളത് വാരിക്കോരി കൊടുക്കും, പക്ഷേ അതിനകത്ത് ഒരു മുഖവും നോക്കത്തില്ലെന്ന് പറഞ്ഞു. അതിന്റെ അനുഗ്രഹമാണ് ഇതെല്ലാം. സ്തോത്രം. ഞാൻ ദൈവത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പക്ഷെ കർത്താവ് തന്നിരിക്കുന്ന ദൈവസഭയ്ക്കകത്ത് തന്നിരിക്കുന്ന ദൈവമക്കൾ, സ്തോത്രം, കഴിഞ്ഞ ദിവസങ്ങളില് ദൈവമക്കൾ എന്നെ വിളിച്ചു പറഞ്ഞു, സ്തോത്രം, ശ്രോത്രാഴ്ച അങ്ങ് എത്തിക്കാത്തത് കൊണ്ട് ഈ വീട്ടിനകത്ത് അത് ഇരിക്കുന്നത് ഞങ്ങൾക്കൊരു ഭാരമായിട്ടിരിക്കും, ഇത് എങ്ങനെയെങ്കിലും ഒന്ന് എത്തിച്ചാൽ മതി. സ്തോത്രം. അതാണ് കർത്താവിന്റെ കൃപയാൽ എനിക്ക് തന്നിരിക്കുന്ന ദൈവജനം, എനിക്ക് തന്നിരിക്കുന്ന കൂടപ്പുറപ്പുകളുടെ മൈൻഡ്. അതാണ് കാര്യം. എന്തുവാ അവര് പറഞ്ഞു? കറക്റ്റാണ് അവര് പറഞ്ഞു. എന്തുവാ? അവർ കർഹതയില്ലാത്ത സ്ഥാനമായിരിക്കുന്നത്. അതിനകത്ത് അവർക്ക് നോക്കാൻ പോലും പറ്റത്തില്ല, അവർക്കത് കൊണ്ടിടാനേ പറ്റത്തുള്ളൂ, അതിനകത്ത് അവർക്ക് കൈവെക്കാൻ പറ്റത്തില്ല. കാര്യം എന്തുവാ? ഇത് അർഹതപ്പെടുന്നിടത്ത് ചെന്നാൽ മാത്രമേ അവർക്ക് അനുഗ്രഹം ലഭിക്കത്തുള്ളൂ. സ്തോത്രം. സ്തോത്രം. അങ്ങനെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു കുടുംബം എന്നെ വിളിച്ചിട്ട് വന്ന്, പാസ്റ്റർ വീട്ടിൽ വന്നേ പറ്റത്തുള്ളൂ, ഇതങ്ങ് തരണമെന്ന് പറഞ്ഞു. സ്തോത്രം. എനിക്ക് സ്തോത്രം അത് വാങ്ങുന്നതിന്റെ കാട്ടി വലിയ സന്തോഷമായിരുന്നു. ആ സ്തോത്രം ദൈവമക്കളെ ഈ ഒരുപാട് നാളുകളായി സ്തോത്രം സഭയിലുള്ള കൂടപ്പിറപ്പുകളെ നേരിട്ടൊന്ന് കണ്ടിട്ട്, സ്തോത്രം, അവരെ ഒന്ന് നേരിട്ട് കാണാനുള്ള ഭാഗ്യം കഴിഞ്ഞ ആഴ്ച സ്വർഗത്തിലെ ദൈവം ഒരുക്കി തന്നു. മകൾ അമണിയാന്റിയെ കുടുംബത്തെ തങ്ങളുടെ എല്ലാം അവിടെ വെച്ച് കാണുവാൻ, ആ സ്തോത്രം ആ സ്നേഹത്തിൽ പങ്കുചേരുവാൻ ദൈവം കൃപയൊരുക്കി. സ്തോത്രം. സ്തോത്രം. അതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവരെ ഒന്ന് കാണാൻ പറ്റിയ ഭാഗ്യത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം. കാര്യം സ്തോത്രം എന്നോട് പറഞ്ഞു, ഇത് വിടിരിക്കുന്നത് ഞങ്ങൾ. യെസ്, കറക്റ്റ് ആണ്. അത് എവിടെ ചെല്ലാവുന്നതാണ്? അത് അർഹതപ്പെടേണ്ട കരത്തിൽ ചെല്ലാവുന്നതാണ്. സ്തോത്രം. എങ്കിലേ ദൈവം എന്ത് ചെയ്യത്തുള്ളൂ? അനുഗ്രഹിക്കത്തുള്ളൂ. ഞാനൊരു കാര്യം, ഞാൻ ദൈവസന്നിധി ഞാനൊരു കാര്യം, കടം മേടിച്ചാൽ പോലും ആ കടത്തിനകത്തും എന്ത് ചെയ്യണം? യഥാർത്ഥ വചനം പറയുന്നത് കടം മേടിച്ചാൽ പോലും അതിനകത്ത് എന്ത് ചെയ്യണം? ദശാംശം എന്ത് ചെയ്യണം? മാറ്റി വെക്കണം. കാര്യം എന്തുവാ? കടം മേടിച്ചത് തിരിച്ചു കൊടുക്കുന്ന ആര്? തിരിച്ചു കൊടുക്കുന്ന ദൈവ. തിരിച്ചു കൊടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നിന്റെ കയ്യിൽ എന്ത് കിട്ടിയാലും എന്ത് ചെയ്യണം? അതിനകത്ത് എന്ത് ചെയ്യണം? ദശാംശം നീ മാറ്റി വെക്കണം. ഈ ദശാംശത്തിന്റെ അളവെന്ന് പറഞ്ഞ ഇതാ. സ്തോത്രം. ചിലവരെന്ത് ചെയ്യുക? ഇതിന് ഡബിളാ ചെയ്യുന്നത്. അതിനനുസരിച്ച് ആരനുഗ്രഹിക്കുക? ദൈവത്തെ തോൽപ്പിക്കാൻ കഴിയുന്ന ഒറ്റൊരു കാര്യം ഇതേ ഉള്ളൂ. എന്തുവാ? നിനക്ക് ദൈവത്തിന് കൊടുക്കുന്നതിനകത്ത് നീ ഇരട്ടി മനസ്സ് കാണിക്കുന്നെങ്കിൽ ആരനുഗ്രഹിക്കും? ദൈവം നിന്നെ അനുഗ്രഹിക്കും. നമ്മളെ സഭയിലുള്ള എല്ലാ ദൈവമക്കളും അതിനകത്ത് ഒട്ടും പിന്നിലല്ല, ഏറ്റവും മുമ്പിലാണ്. സ്തോത്രം. എനിക്ക് നിശ്ചയമായി അറിയാം, അതിന് ദൈവം അവരെ നിശ്ചയമായി അനുഗ്രഹിക്കും. ഞാൻ ആ മനുഷ്യൻ അത് പറഞ്ഞത് കൊണ്ട് ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ. ആ മനുഷ്യൻ പറഞ്ഞു, പക്ഷേ ഇത് സഭയെ പറയണം, ഇത് പലർക്കും എന്ത് ചെയ്യത്തില്ല, അറിയത്തില്ല. അറിയാത്തതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ചെയ്യാത്തത്, അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അവരെന്ത് ചെയ്യത്തെ അനുഗ്രഹം പ്രാപിക്കാം. സ്തോത്രം. അദ്ദേഹം പുള്ളി അങ്ങനെ ഒരു സാക്ഷ്യം എന്നോട് പറഞ്ഞു. ഒരു കുടുംബത്തിനകത്ത് എത്ര വരുമാനം വന്നിട്ടും പക്ഷേ വരുമാനം തകർന്നുകൊണ്ടിരിക്കുക. സ്തോത്രം. അങ്ങനെ ഒരിക്കൽ ഒരു ദിവസം ഈ മനുഷ്യനും ഒരു ദൈവാസനും ആ ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോയി. എന്താ പറഞ്ഞാൽ ഈ ഒരുപാട് വരുമാനം വരുന്നുണ്ട്, പക്ഷെ എന്തില്ല, ഒന്നും നിലനിൽക്കുന്നില്ല. അങ്ങനെ അവിടെ ചെന്നപ്പോൾ ആ ദൈവാസന് ദൈവം വെളിപ്പെടുത്തി കൊടുത്ത്, നിങ്ങൾ ദൈവത്തിന് കൊടുക്കേണ്ട രീതിയിൽ കൊടുക്കുന്നുണ്ടോ? അപ്പോഴവർ ചോദിച്ചു, അതെങ്ങനെ കൊടുക്കണ്ടേ? ഞങ്ങൾ ആരാധനയ്ക്ക് പോകുന്നുണ്ട്, പ്രാർത്ഥനയ്ക്ക് പോകുന്നുണ്ട്, അവിടെ ചില കാര്യങ്ങൾ പറയുന്നു, അതിതെല്ലാം ഞങ്ങൾ ചെയ്യുന്നുണ്ട്, ശ്രോത്രാഴ്ച ഇടുന്നുണ്ട്, പക്ഷേ സ്തോത്രം ഞങ്ങൾ എങ്ങനെ? അപ്പോഴദ്ദേഹം പറഞ്ഞു കൊടുത്തു, ദൈവത്തിന്റെ വചനം പറയുന്നത് ഇങ്ങനെയാണ്, ഈ രീതിയിൽ നിങ്ങൾ ദൈവത്തിന് വേണ്ടി കൊടുക്കുന്നു. ഒരിക്കലും ഇല്ല. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ തകർച്ച വന്നത്. ആ മനുഷ്യന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് പോയിട്ട് ആ സഹോദരൻ സ്തോത്രം പിന്നെ മുതൽ കറക്റ്റായി ദൈവസന്നിധിക്ക് വില കൊടുത്തപ്പോൾ എന്ത് ചെയ്യാൻ തുടങ്ങി? അത് അദ്ദേഹത്തിനുള്ളതെല്ലാം അവിടെ നിലനിൽക്കാനും അതൊരു അനുഗ്രഹമായി തീരുവാനും, അനുഗ്രഹത്തിന്റെ കൂമ്പാരമായി തീരുവാനും ആര് സഹായിച്ചു? ദൈവം സഹായിച്ചു. സ്തോത്രം. ഈ സഹോദരന്റെ എന്നെ വിളിച്ചോണ്ട് പോയ അച്ഛന്റെ സാക്ഷ്യമാ ഇത്. അച്ഛൻ പറഞ്ഞ ഈ സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. കാര്യം എന്തുവാ? സ്തോത്രം. ചിലവർക്ക് അറിയത്തില്ലെങ്കിൽ അറിഞ്ഞോണം. സ്തോത്രം. ചിലവർക്ക് എന്ത് ചെയ്യാം? സ്തോത്രം. ഞാൻ ഒരു കാര്യം പറയാം. സ്തോത്രം. കർത്താവ് പറഞ്ഞു, ഒരു വിധവയെ പറഞ്ഞു ദേവാലയത്തിൽ വന്നിട്ട് എന്ത് ചെയ്തു? 2 വെള്ളിക്കാശ് അവിടെ ഇട്ടു. 2 വെള്ളിക്കാശ് അവൾ ഇട്ടു. കർത്താവ് പറഞ്ഞു ഏറ്റവും കൂടുതലിട്ട അവൾ. അതിൽ കൂടുതൽ നോട്ടിട്ട ആൾക്കാരുണ്ട്.
കർത്താവ് പറയുക ഏറ്റവും കൂടുതൽ അവളാണ്. കാര്യം എന്തുവാ? നാളത്തേക്ക് പോലും അവൾ എങ്ങനെ നാളെ കഴിയുന്നതെന്ന് പോലും നോക്കിയില്ല. നാളത്തേക്കുള്ളത് പോലും എവിടെ കൊണ്ടിട്ടു? ദേവാലയത്തിനകത്ത് കൊണ്ടിട്ടു. കാര്യം എന്തുവാ? അവള് വന്നപ്പോ ദേവാലയത്തിനകത്ത് ഇതിരിക്കുന്ന കണ്ടു, സ്തോത്രം, വഞ്ചിയിരിക്കുന്ന കണ്ടു. അവൾ എന്ത് ചെയ്തു? നാളെ ഞാൻ എങ്ങനെ ജീവിക്കുന്നത്, നാളെ എന്ത് ആഹാരം കഴിക്കുന്നതെന്നൊന്നും അവള് നോക്കിയില്ല. അവള് നോക്കി അതിലും വലുതാണ് എന്റെ ഇരിക്കുന്ന മുഴുവൻ രീതിയിൽ. കർത്താവ് പറഞ്ഞു അവളെ അനുഗ്രഹിക്കുന്നത്. കർത്താവ് പറഞ്ഞു അവളെ ദൈവം നിശ്ചയമായി അനുഗ്രഹിക്കും. സ്തോത്രം. അപ്പൊ ഞാനത് എനിക്ക് ഈ വിഷയങ്ങൾ പ്രസംഗിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള, ഞാൻ വേറെ സഭയിൽ പോയി പ്രസംഗിച്ചാലും എന്റെ സഭയിൽ പറയാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. സ്തോത്രം. എങ്കിലും ഞാൻ ദൈവസ്ഥാനിൽ പറയുക, നിങ്ങൾക്ക് ഒന്നുമില്ലയോ? നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ എങ്ങനെ കഴിയുന്നത്? അത് ആര് തരുന്നതാ? ദൈവം തരുന്നതാ. ദൈവസ്ഥാനിൽ നിങ്ങൾ വിശ്വസ്തയോടിരിക്കുന്നുവെങ്കിൽ അതിനകത്ത് പിശുക്ക് കാണിക്കാതെ, അല്ലെങ്കിൽ അതിനെ മാറ്റി വെച്ചിട്ട് നിങ്ങൾ വേറെ പരിപാടിക്ക് പോയാൽ നിങ്ങൾക്ക് ഉള്ളതുകൂടും നഷ്ടമായി പോകരുത്. ജോലി തരുന്ന ദൈവമാ, ആരോഗ്യം ബലവും തരുന്ന ദൈവമാ, നന്മ തരുന്ന ദൈവമാ, അപ്പോൾ കുടുംബത്തിനകത്ത് സമാധാനം തരുന്ന ദൈവമാ. ഇതിനെല്ലാം നൽകുന്നതിന്റെ ഏറ്റവും വലിയ കാര്യം എന്തുവാ? നിങ്ങൾ ദൈവസന്നിധി വിശ്വസ്തരായിരിക്കും. സ്തോത്രം. ഇത് പ്രസംഗിക്കുന്നതിനകത്ത് എനിക്ക് ഭയങ്കര വിഷമമുള്ള കാര്യം നമ്മളെ സഭയ്ക്കകത്ത് ഇത് കറക്റ്റാണ്. സ്തോത്രം. പക്ഷെ ഇന്ന് സ്തോത്രം അല്ലറിയ സ്തോത്രം ആ മനുഷ്യൻ കഴിഞ്ഞ ആഴ്ച എന്നോട് പറഞ്ഞു, പക്ഷെ ഇതിന്റെ 2 വാക്ക് പറയണേ, ഇത് ഒരു സാക്ഷ്യമാണ്. ചിലപ്പം ചിലവരെങ്കിലും ഞാൻ പറഞ്ഞ അങ്ങനെ ഞങ്ങളുടെ സഭയിൽ ആരും അങ്ങനെ വെക്കുന്നില്ല, എല്ലാവരും ഓക്കെയാ. കാര്യം എന്തുവാ? ഞങ്ങളുടെ സഭയ്ക്കകത്ത് ഒരു വലിയൊരു വഞ്ചി ഒരു ദശാംശ ബോക്സ് ബാക്കി ഇരിപ്പുണ്ട്. അതിൽ ആരാ എത്ര ഇടുന്നതെന്ന് അറിയത്തില്ല. ആ രീതിയിലാണ് ഞങ്ങൾ ഇട്ടുകൊണ്ടിരിക്കുന്നത്. സ്തോത്രം. അറിയാമെങ്കിൽ പോലും എല്ലാവരെയും തുല്യമായാണ് സ്നേഹിച്ചു പോകുന്നത്. ഞാൻ കഴിഞ്ഞ ആഴ്ച നിങ്ങളോട് പറഞ്ഞു, ചിലവർക്ക് പാസ്റ്റർ ഇന്ന ആളിനോട് ആഗ്രഹമുണ്ട്. സ്തോത്രം. ആ പറഞ്ഞ ആളായിരിക്കും ഫസ്റ്റ് ഇവിടെ നിന്ന് പോകുന്നത്. സ്തോത്രം. കാര്യം എന്തുവാ? എനിക്ക് അങ്ങനത്തെ ഒരു ആഗ്രഹമില്ല. എനിക്ക് ഒറ്റ ഒരു ആഗ്രഹമേ ഉള്ളൂ, ദൈവ ഇഷ്ടം ആര് ചെയ്യുന്നു അവരെയാണ് എനിക്ക് ഇഷ്ടം. കാര്യം എന്തുവാ? ദൈവ ഇഷ്ടം ചെയ്യുന്നവനെയാണ് ആർക്കിഷ്ടം? ദൈവത്തിന് ഇഷ്ടം. എങ്കിൽ ദൈവം എന്നെ വിളിച്ചു വേർതിരിച്ചത് എന്തിനു വേണ്ടിയാണ്? ദൈവ ഇഷ്ടം ചെയ്യുവാണ്. അപ്പൊ ദൈവ ഇഷ്ടം ചെയ്യുന്നവരുടെ കൂടെ ആര് കാണത്തുള്ളൂ? ഞാൻ കാണത്തുള്ളൂ. സ്തോത്രം. ദൈവം അവരോടൊപ്പമേ കാണത്തുള്ളൂ, അവരോടൊപ്പമേ ഞാനും കാണത്തുള്ളൂ. കാര്യം എന്തുവാ? എനിക്ക് സ്തോത്രം ദൈവ ഇഷ്ടം ചെയ്യുവാനാണ് ഞാൻ ഇറങ്ങിയത്. സ്തോത്രം. അല്ലാതെ ഇത് വലിയൊരു സ്തോത്രം ഒരു മുതലെടുപ്പായിട്ട് ജീവിക്കാനല്ല ആഗ്രഹിച്ചിരിക്കുന്നത്. ദൈവ ഇഷ്ടം. സ്തോത്രം. ആ സഹോദരൻ പറഞ്ഞ, ആ അച്ചായൻ പറഞ്ഞ സാക്ഷ്യം ഒരു കാര്യം കറക്റ്റാണ്. അച്ചായൻ പറഞ്ഞു, ദൈവം എന്നെ അനുഗ്രഹിച്ചത് ഇങ്ങനെയാണ്. വെറും വട്ടപ്പൂജത്തിൽ കിടന്ന പക്ഷേ ഇത്രയും എന്റെ മക്കളെ അനുഗ്രഹിച്ചു. ഇന്ന് എന്റെ മൂത്ത മോള് ഡോക്ടറായിരുന്നു. സ്തോത്രം. ഇളയ മോള് പഠിച്ച് ഫ്രണ്ട് വന്നിരിക്കുന്നു. എനിക്ക് ഇങ്ങനെയുള്ള സ്തോത്രം ഭവനങ്ങളെ, സ്വത്തുക്കളെ ഇതെല്ലാം തന്നത് ആരാണ്? കർത്താവായ യേശു. കാര്യം എന്തുവാ? ഞാൻ ഒരു കാര്യത്തിനകത്ത് വിശ്വസ്തയാണ്. എനിക്ക് കിട്ടിയാൽ ഞാൻ എന്ത് ചെയ്യും? ദൈവത്തിന് കൊടുത്തിട്ടേ ബാക്കിയുള്ള കാര്യം. നിശ്ചയമായി എന്റെ മക്കളെ ദൈവം അനുഗ്രഹിക്കും. നിങ്ങളെ പൈസ അനാവശ്യമായി ഇടിയതില്ല, പോകത്തില്ല. എല്ലാം പൈസയ്ക്കകത്ത് ദൈവം എന്ത് ചെയ്യും? ഇരട്ടി നന്മ ആർക്ക് തരും? നമ്മളെ കുടുംബത്തിനകത്ത് തരും. സ്തോത്രം. ഞാൻ ഇത് വേറെ ഇതായിട്ട് പറഞ്ഞതല്ല, ആ പ്രിയാച്ചായൻ പറഞ്ഞതുകൊണ്ട് ഞാൻ പറഞ്ഞതാ. സ്തോത്രം. നമ്മളെ ദൈവമക്കൾ വിശ്വസ്തര. ദൈവമക്കൾ പറയുന്നത് ഇത് വീട്ടിൽ ഇരിക്കുന്നത് ഇപ്പം ചിലവർക്കെല്ലാം കൊണ്ട് തരാൻ പറ്റുന്നില്ല, ചിലർക്ക് സ്തോത്രം ബാങ്ക് വഴി അറിയത്തില്ല, ചിലർ പറയുന്നത് ഇത് വീട്ടിൽ ഇരിക്കുന്നത് ഞങ്ങൾക്ക് എന്തുവാ ഭയങ്കര കറക്റ്റ് കാര്യമാണ്. അത് നിങ്ങളെ വീട്ടിൽ ഇരിക്കുന്നത് കുറ്റബോധത്തിന് കാരണമാണ്. ആ കുറ്റബോധം ഉള്ളത് എന്തുകൊണ്ടാണ്? പരിശുദ്ധാത്മാവ് നിങ്ങളെ ഭവനത്തെ ഭരിക്കുന്നത് കൊണ്ടാണ്. പരിശുദ്ധാത്മാവ് നിങ്ങളെ ഭവനത്തിൽ ഭരിച്ചില്ലെങ്കിൽ ആ കുറ്റബോധം ഒന്നും ഉണ്ടാകത്തില്ല. ദൈവത്തിന് എന്തിനാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് വരും. പരിശുദ്ധാത്മാവ് ഭരിക്കുന്ന എന്തുവാ? നിനക്ക് കുറ്റബോധം, നിനക്ക് അടങ്ങിയിരിക്കാൻ പറ്റില്ല. അത് ദൈവത്തിന് കൊടുക്കുമ്പോൾ ദൈവം ചെയ്യും, നിന്നെ അനുഗ്രഹിക്കും. സ്തോത്രം. ആ വിഷയത്തിലേക്ക് നമുക്ക് വിടാം. നമുക്ക് ദൈവത്തിന്റെ വചനത്തിലേക്ക് കടന്നു വരാം. സ്തോത്രം. ലൂക്കോസ് സുവിശേഷം 24-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം മുതൽ നമുക്കൊന്ന് വായിച്ചു. കർത്താവിനെ ക്രൂശിക്കപ്പെട്ട് കർത്താവിനെ അടക്കം ചെയ്ത് കഴിഞ്ഞുള്ള കല്ലറെ കൊണ്ട് കർത്താവിന്റെ ബോഡി കൊണ്ട് വെച്ച് കഴിഞ്ഞിട്ടുള്ള വചനഭാഗമാണ്. സ്തോത്രം. അവസാന ഭാഗമാണ്. 24-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം മുതൽ നമുക്കൊന്ന് വായിക്കാം. അവർ ഒരിക്കൽ സുഗന്ധവർഗ്ഗം എടുത്ത് ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസം അധികാലത്ത് കല്ലറയിലെത്തി. കല്ലറയിൽ നിന്ന് കല്ല് ഉരുട്ടിക്കളഞ്ഞതായി കണ്ടു. അകത്ത് കടന്നാറെ കർത്താവായ യേശുവിന്റെ ശരീരം കണ്ടില്ല. അതിനെക്കുറിച്ച് അവർ ചഞ്ചലിച്ചു ഇരിക്കുമ്പോൾ മിന്നുന്ന വസ്ത്രം ധരിച്ച 2 പുരുഷന്മാർ അരിയെ നിൽക്കുന്നത് കണ്ടു. ഭയപ്പെട്ട് മുഖം കുനിച്ചു നിൽക്കുമ്പോൾ അവർ അവരോട്, നിങ്ങൾ ജീവനുള്ളവനെ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത് എന്ത്? അവൻ ഇവിടെയില്ല, ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. മുമ്പേ ഗലീലയിൽ ഇരിക്കുമ്പോൾ തന്നെ അവൻ നിങ്ങളോട് മനുഷ്യപുത്രനെ പാപികളായ മനുഷ്യരുടെ കയ്യിൽ ഏൽപ്പിച്ച് ക്രൂശിക്കുകയും അവൻ 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും വേണമെന്ന് പറഞ്ഞത് ഓർത്തുകൊള്ളീൻ എന്ന് പറഞ്ഞു. കണ്ടോ? ഒരു മിനിറ്റ്.
ഞാൻ ഇതിനകത്ത് ഏറ്റവും വലിയ ഒരു കാര്യമായിട്ട് ഞാൻ നിങ്ങളോട് ഇന്ന് നിങ്ങളെ ബലപ്പെടുത്തുന്ന ഒരു കാര്യമാണ് പറയുന്നത്. ദൈവത്തിന്റെ ദൂതും ആലോചനയും എന്തെന്ന് ദൈവ പൈതലെ നീ അറിയേണ്ട രീതിയിൽ അറിയുന്നുവെങ്കിൽ, ദൈവത്തിന്റെ ദൂതും ദൈവത്തിന്റെ ആലോചനയും വാക്തത്വം എല്ലാം നീ അറിയേണ്ട രീതിയിൽ അറിയുന്നുവെങ്കിൽ നിശ്ചയമായി അനുഗ്രഹം ആർക്ക് പ്രാപിക്കാൻ പറ്റും? ദൈവമക്കളായി നമുക്ക് പ്രാപിക്കുവാൻ കഴിയും. പലപ്പോഴും ദൈവമക്കളായി നമുക്ക് ദൈവത്തിന്റെ അനുഗ്രഹങ്ങളും ദൈവത്തിന്റെ ദൂതുകളും പ്രാപിക്കുവാൻ കഴിയാത്തത് ദൈവത്തെ അറിയേണ്ട രീതിയിൽ അറിയാത്തത് കൊണ്ടാണ്. ദൈവത്തിന്റെ അനുഗ്രഹവും വാക്തത്വം ആർക്ക് പ്രാപിക്കാൻ പറ്റാത്തത്? നമുക്ക് പ്രാപിക്കുവാൻ കഴിയാത്തത്. സ്തോത്രം. അയ്യോ സ്തോത്രം. ഞാൻ കഴിഞ്ഞ നാളുകളിൽ ഉപവാസം ഇരുന്നപ്പോൾ, അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ദൈവസന്നിധിയിൽ ആരാധനയ്ക്ക് ഇരുന്നപ്പോൾ, പാർശ്വം ഇരുന്നപ്പോൾ, സ്തോത്രം, പാസ്റ്റർ ഇങ്ങനൊരു ദൂത് പറഞ്ഞു. പക്ഷെ ആ ദൂത് ഇതുവരെ എന്റെ ജീവിതത്തിനകത്ത് നിവർത്തിയായില്ല. പലപ്പോഴും നമ്മൾ ഓരോരുത്തരും പറയുന്ന ചില വാക്കുകളാണ്, ഇല്ലയോ? പലപ്പോഴും പറയാറുള്ള വാക്കുകളാണ്. സ്തോത്രം. കാര്യം എന്താണ്? ആ ദൂതിനെ ആ ദൂത്, ദൈവത്തിന്റെ ദൂത് നിന്നോട് ദൈവത്തിന്റെ ആത്മാവിൽ സംസാരിക്കുമ്പോ ആ ദൂത് എന്തെന്ന് നീ മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. അല്ലെങ്കിൽ ആ ദൂതിന്റെ സ്തോത്രം അത്ഭുത പ്രവൃത്തിയുടെ മഹത്വത്തെ കുറിച്ച് നിനക്ക് പൂർണ്ണമായും മനസ്സിലാക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ദൂത് പലപ്പോഴും എന്തുണ്ടാവട്ടെ നിന്റെ ജീവിതത്തിനകത്ത് നിവൃത്തിയാവട്ടെ. കാര്യം എന്തുവാ? ദൂത് കേട്ട വ്യക്തിയാണെങ്കിൽ എന്തുണ്ടാവും? ദൂത് അനുഭവിക്കണമെങ്കിൽ എന്ത് വേണം? ദൂതിനനുസരിച്ച് മാറണം, മാറ്റം സംഭവിക്കണം. ദൂത് പറയുന്നത് എന്തിനു വേണ്ടിയാണ്? മാറാൻ വേണ്ടിയാണ്. സ്തോത്രം. അവര് കർത്താവ് യേശുവിനെ കല്ലറയിൽ കൊണ്ട് അടക്കം ചെയ്തു. അവര് വന്നേക്കുവാ കല്ലറയിൽ, യേശുവിനെ അടക്കം ചെയ്ത കല്ലറയെ കാണാൻ സഹോദരിമാര് വന്നേക്കുവാ. ദൂത് മുമ്പേ ഉള്ളതാ. ദൈവം ഒരുപാട് വട്ടം അവരോടൊപ്പം വസിച്ചപ്പോ, അവരെ പഠിപ്പിച്ചപ്പോ, അല്ലെങ്കിൽ അവരോട് കൂടി ഇരുന്നപ്പോൾ എല്ലാം ദൈവം അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തതാണ്. എന്തുവാ? മൂന്നാം നാൾ ആര് ഉയർത്തെഴുന്നേൽക്കും? ക്രിസ്തു ഉയർത്തെഴുന്നേൽക്കും. ക്രിസ്തുവിനെ ഒരു റോമ പൗരത്വത്തിനും അല്ലെങ്കിൽ ഒരു റോമ സർക്കാരിനും അവരുടെ ഒരു നിയമത്തിനും എന്ത് ചെയ്യാൻ പറ്റത്തില്ല? സീൽ ചെയ്ത് വെക്കാൻ പറ്റത്തില്ല. അടക്കം ചെയ്ത് അല്ലെങ്കിൽ സ്വന്തം കർത്താവ് യേശുവിനെ ഉയർത്തെഴുന്നേറ്റ് പോവാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്ത് കല്ലറയ്ക്ക് വെളിയിൽ ഒരു വലിയ കല്ലുരുട്ടി വെച്ചത് എന്ന് പറഞ്ഞാൽ സീൽ ചെയ്ത് വെച്ചു. എത്ര സീൽ ചെയ്ത് വെച്ചാലും കർത്താവ് യേശുവിനെ എന്തുള്ളതാ? ഉയർത്തെഴുന്നേൽക്കേണ്ടവരാ. ഇന്ന് പ്രിയ ദൈവമക്കളെ, അതേപോലെ ഇന്ന് ദേശത്ത് നമ്മളെ ഓരോ കുടുംബത്തെ ദൈവം വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത് സ്വന്തം അപമാനവും നിന്ദയും പരിഹാസങ്ങളും കഷ്ടങ്ങളും അനുഭവിച്ച് ഒരു മൂലയിൽ ഒതുക്കി കൊടുത്തുവാനല്ല സ്വർഗത്തിലെ ദൈവം വിളിച്ചിരിക്കുന്നത്. കാര്യം എന്തുവാ? എന്റെയും നിന്റെ മേൽ കിടക്കുന്ന ദൈവത്തിന്റെ ദൂതെന്ന് പറഞ്ഞാൽ ഒരുത്തരം ഒതുക്കി കൂട്ടുവാനോ, ഒരു ദേശാലയ ശക്തികൾക്ക് ഒതുക്കി കൂട്ടുവാനോ, അല്ലെങ്കിൽ ലോകത്തിന്റെ ഭരണാധികൾക്ക് ഒതുക്കി കൂട്ടുവാനോ, ഒരു ബന്ധുമിത്രാദികൾക്ക് ഒതുക്കി കൂട്ടുവാനോ, ദേശത്തിലെ വ്യക്തികൾക്ക് ഒതുക്കി കൂട്ടുവാനോ കഴിയത്തില്ല. കാര്യം എന്നെ നിങ്ങളെ വിളിച്ചിരിക്കുന്നത് നാസറേനായ യേശുവാണ് എന്ന് പറഞ്ഞാൽ റോമ പൗരത്വത്തിന്റെ സകല പൗരത്വത്തിന്റെ നിയമങ്ങളെ പൊട്ടിച്ച് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലെ ദൈവത്തിന്റെ യഹോവയെ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരുന്ന യേശു ക്രിസ്തുവാണ് എന്നെ നിങ്ങളെ വീണ്ടെടുത്തതിനുള്ള സത്യം ഇന്ന് പകരം നിങ്ങൾ തിരിച്ചറിയുന്നുവെങ്കിൽ ഇന്ന് പ്രിയ ദൈവത്തിലെ നിന്റെ കഷ്ടത്തിലേക്ക്, പ്രതികൂലത്തിലേക്ക്, സങ്കടത്തിലേക്ക് തള്ളിയിടുന്ന ഒരു ദൈവത്തെ അല്ല നീ ആരാധിക്കുന്നതെന്ന് തിരിച്ചറിയുന്നുവെങ്കിൽ നിശ്ചയമായി നിന്റെ കുടുംബത്തിലേക്ക് യേശു അത്ഭുതം ചെയ്യാൻ യേശുവിനെ തിരിച്ചറിയേണ്ട രീതിയിൽ തിരിച്ചറിയുന്നുവെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ബന്ധിച്ചു വെക്കുവാൻ ആ ഒരു ശക്തിക്കും എന്ത് ചെയ്യത്തില്ല? കഴിയത്തില്ല. സ്തോത്രം. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നിങ്ങളോട് പറഞ്ഞൊരു കാര്യമുണ്ട്. സ്തോത്രം. ഒരു സാമ്പിൾ വെടിക്കെട്ടാണ്. സത്യം പറയാമെങ്കിൽ ഈ കൊറോണ എന്ന് പറയുന്ന ഒരു സാമ്പിൾ വെടിക്കെട്ടാണ്. സ്തോത്രം. സാമ്പിൾ വെടിക്കെട്ടാണ് എന്ന് പറഞ്ഞാൽ സ്തോത്രം, എല്ലാ മനുഷ്യരും ഈ ഭൂമി ജീവിക്കുമ്പോൾ അവന്റേതായിട്ടൊരു സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. വേണോ വേണ്ടായോ എന്ന് തീരുമാനം എടുക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. പക്ഷെ ഈ കൊറോണ കണ്ടില്ലയോ വന്നേക്കുന്നുണ്ടോ? വാക്സിൻ എടുക്കാതെ ഇനി മുന്നോട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാകുന്നു പറയുന്നു. ഇതേപോലെ 666 വരുന്നത് സാമ്പിളാണ്. 666 സാമ്പിൾ വെടിക്കെട്ട എന്ന് പറഞ്ഞാൽ വാക്സിൻ എടുക്കാൻ എനിക്ക് ഏറ്റവും മുമ്പിൽ നിന്നത് വിശ്വാസിയായ ഒരു കൂട്ടം ജനമാണ്. ഇന്ന് വാക്സിൻ എടുക്കാതിരിക്കുന്നുണ്ട്. പിടിച്ചു നിൽക്കുന്ന ദൈവമക്കളെ, ഞാനും പിടിച്ചു നിൽക്കുക അവസാനം വരെ. അവസാനം വരെ ഇതെവിടം വരെ പോകുന്നത് ഞാൻ നോക്കിയിരിക്കുക. കാര്യം എന്തുവാ? സ്തോത്രം. ദൈവ ഇഷ്ടമാണെങ്കിൽ മാത്രമേ ഈ ശരീരത്തിനകത്ത് എന്ത് വരാവൂ? വാക്സിൻ വരാവൂ. സ്തോത്രം. പിണറായി പറഞ്ഞെന്ന് പറഞ്ഞോ, മോദി പറഞ്ഞെന്ന് പറഞ്ഞോ ഈ ശരീരത്തിൽ വാക്സിൻ വരത്തില്ല. യേശു ക്രിസ്തു പറഞ്ഞെങ്കിൽ മാത്രമേ ഇതിനകത്ത് വരത്തുള്ളൂ.
സ്തോത്രം. ഞാൻ പിടിച്ചു നിൽക്കുവോ? കാര്യം എന്തുവാ? സ്തോത്രം. ഇതിന്റെ അതേ സാമ്പിൾ രീതിയിലാണ് വരാൻ പോകുന്നത്. എന്തുവാ? 666. ഞാൻ ഉറപ്പായിട്ട് പറയാം, 666 വരുമ്പോഴും ഏറ്റവും മുമ്പിൽ എടുക്കാൻ പോകുന്നത് കുറെ പാസ്റ്റർമാരും വിശ്വാസികളുമായി. ചിലവരെല്ലാം കഴിഞ്ഞ ആഴ്ച എന്നെ ഒരാൾ അടിച്ചേൽപ്പിക്കും, എന്നോട് വന്ന് പറയുക, എടുക്കണം. അത് എടുത്താൽ എന്ത് ചെയ്യും? പ്രതിരോധിക്കാനുള്ള ശക്തി ഉണ്ടാവും. പ്രതിരോധിച്ചിട്ട് 2 വാക്സിൻ എടുത്തിട്ടും വാക്സിൻ സ്തോത്രം കൊറോണ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എവിടാ പ്രതിരോധിക്കാനുള്ള ശക്തി? പൊങ്ങിയില്ലയോ? ആ വാക്സിനകത്തൊന്നും വന്നില്ലേ? എനിക്ക് ചോദിക്കാനുള്ള ഒറ്റ ചോദ്യം അതാ, വാക്സിനകത്തൊന്നും വന്നില്ലേ? വാക്സിൻ എടുക്കുന്നവരും എടുക്കാത്തവരും എന്റെ വിഷയമൊന്നും അല്ല. സ്തോത്രം. ചിലർ പാസ്പോർട്ടും കൊണ്ട് ഓടുന്നു, ചിലർ എക്സ്പയറായ വിസ കൊണ്ടുവരെ ഓടുന്നു. എന്ത് കിട്ടാൻ? വാക്സിൻ എടുക്കാൻ. സ്തോത്രം. പ്രിയ ദൈവമക്കളെ, ഓർക്ക് നിനക്ക് ആയുസ് തരുന്നെങ്കിൽ, ദൈവത്തിന്റെ വചനം പറയുമ്പോൾ ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, സ്തോത്രം, മരണ വീട്ടിൽ ചെല്ലുമ്പോൾ പറയുന്നൊരു വാക്കുണ്ട് എപ്പോഴും. എന്തുവാ? മുംബൈ പോയവർ ഭാഗ്യവാന്മാർ. ഞാൻ ഇന്നും പറയുക, മുംബൈ പോകുന്നവർ ഭാഗ്യവാന്മാർ. സ്തോത്രം. ഈ ദേശത്ത്, ഈ ലോകത്തിൽ ഈ പ്രതികൂലം വരുമ്പോൾ ഇതിനെയെല്ലാം ജയിക്കാൻ നിനക്ക് കൃപയുണ്ടെങ്കിൽ മാത്രമേ ജീവിച്ചിരുന്നിട്ട് കാര്യമുള്ളൂ. കൃപയില്ലെങ്കിൽ നീ മുംബൈ പോകുന്നതാ ഭാഗ്യം. ഒരിടത്ത് പോലും യേശുവിനെ ഉയർത്തേണ്ട പല സംഭവങ്ങൾ വന്നു, പല കാര്യങ്ങൾ വന്നു. അവിടെ ഒന്നും ആരെ ഉയർത്തുന്നില്ല? ക്രിസ്തുവിനെ ഉയർത്തുന്നില്ല. നൊടി നേരം കൊണ്ട് സ്വഭാവം മാറുക. ക്രിസ്തുവിനെ അനുഗ്രഹിക്കാൻ പറ്റുമോ? അനുഗ്രഹിക്കാൻ പറ്റുമോ? ദൂത് തരുന്നതിന് വേണ്ടിയാ. സ്തോത്രം. ദൈവത്തിന്റെ ദൂത് കർത്താവ് യേശുവിനോടൊപ്പം നടന്ന ഈ സഹോദരന്മാരും അപ്പോസ്തലന്മാരും ക്രിസ്തുവിന്റെ ദൂത് അന്ന് ഗ്രഹിക്കേണ്ട രീതിയിൽ ഗ്രഹിച്ചായിരുന്നെങ്കിൽ ഈ കല്ലറയുടെ വേണ്ടി വരുമോ? വന്ന എന്തുകൊണ്ട്? എടാ, യേശുവിനെ ഞാൻ അറിയുന്നുവെങ്കിൽ എന്റെ ഉച്ചമുതൽ ഉള്ളങ്കാല് വരെയുള്ള നാഡീ നരമ്പിനകത്ത് എന്ത് മാറ്റങ്ങൾ തരുവാനും, എന്ത് വിടുതൽ തരുവാനും, ആശ്വാസം നൽകുവാനും എന്റെ കർത്താവ് യേശുവിനെ മാത്രമേ കഴിയത്തുള്ളൂ. ഞാൻ യേശുവിനെ കുറിച്ച് തിരിച്ചറിയുന്നുവെങ്കിൽ നമ്മൾ വായിക്കുമല്ലോ. സ്തോത്രം. വലിയതായിട്ട് വായിക്കുമല്ലോ. ലാസറിനെ 4-ാം ദിവസം കല്ലറയിൽ നിന്ന് ദൈവം കൊണ്ടുവന്നു. സ്വന്തം സഹോദരി വരെ പറഞ്ഞു, നാറ്റം വെച്ചു യേശുവേ നീ തുറക്കല്ലേ എന്ന് പറഞ്ഞു. സ്തോത്രം. ആ പറഞ്ഞ വാക്കിനെ കൂട്ടാക്കാതെ യേശു പറഞ്ഞു, കല്ലറ തുറക്ക്, ലാസറെ പുറത്തു വാ എന്ന് പറഞ്ഞപ്പോൾ സ്വന്തം സഹോദരിയും അവിടെ നിന്നവരെല്ലാം പറഞ്ഞു, നാറ്റം വെച്ച് കാണും. പക്ഷെ നാറ്റം വെച്ചവനായിട്ടല്ല വന്നത്, വിടുതലുള്ളവനായിട്ടാ വന്നത്. അല്ലയോ? ഈ വചനം എല്ലാം കേട്ട് പ്രസംഗിക്കുകയും ഈ വചനം പറയുകയും വായിക്കുകയും എല്ലാം ചെയ്യുന്ന നിനക്ക് എന്തുവാ? യേശുവിനെ ഇതുവരെ അറിയത്തില്ല. യേശുവിന്റെ പവർ എന്തുവാ? നിന്റെ നാഡീ നരമ്പിന്റെ ഓരോ സൃഷ്ടിച്ചത് കർത്താവെങ്കിൽ അതിനെ വിടുവിക്കുവാനും അതിനെ ശക്തി തരുവാനും ആർക്ക് കഴിയും? ഞാൻ ഈ വാക്സിൻ എടുക്കാതെ ചർച്ച് ഹോളിന്റെ വിഷയം വരുമ്പോൾ മാത്രമേ ഉള്ളൂ ഞാനൊന്ന് പതറുന്നത്. കാര്യം എന്തുവാ? എനിക്ക് ദൈവത്തിന്റെ ചർച്ച് ഹോള് ഓപ്പൺ ചെയ്യാൻ ആഗ്രഹമുള്ളവരാണ്. അല്ലാതെ എന്നെ ഗൾഫിലേക്ക് വിടത്തില്ല. ഗൾഫിൽ പോകണ്ട. സ്തോത്രം. സ്തോത്രം. എനിക്ക് ഗൾഫിൽ പോകണ്ട. എന്നെ കേരളത്തിന് പുറത്ത് വിടണ്ട. എനിക്ക് അതിനകത്ത് ഞാൻ സ്റ്റോപ്പ് ചെയ്യാൻ തയ്യാറാ. പക്ഷെ എനിക്ക് വിടുന്ന ഒറ്റയൊരു പ്രശ്നമേ ഉള്ളൂ. ചർച്ച എന്ന് പറയുമ്പോൾ മാത്രമേ ഉള്ളൂ ഇച്ചിരി പേടിയുള്ളത്. പക്ഷെ അതിനകത്തും ദൈവം എനിക്കൊരു പരിഹാരം വെച്ചിട്ടുണ്ടെന്ന് എനിക്ക് പൂർണ്ണമായ അറിയാം. അതിനകത്ത് കറക്റ്റ് സമയത്ത് ദൈവം ഒരു സൊല്യൂഷൻ വെച്ചിട്ടുണ്ട്. ദൈവം അതിനകത്ത് എന്ത് ചെയ്യും? ചിലവരുടെ കണ്ണെല്ലാം ദൈവം എന്ത് ചെയ്യും? എനിക്കായി കുറിടാക്കും. സ്തോത്രം. ഞാനത് വിശ്വസിക്കുന്നവനാണ്. സ്തോത്രം. പ്രിയ ദൈവമക്കളെ, കർത്താവ് നമ്മളെ വിളിച്ചതിന് വേണ്ടിയാ, ജീവനുള്ള സാക്ഷിയായി. ആർക്ക് വേണ്ടി നിൽക്കാൻ? കർത്താവിന് വേണ്ടി നിൽക്കാൻ. കർത്താവിന് വേണ്ടി നിൽക്കാൻ. നമ്മള് ഇന്നൊന്ന് ചിന്തിച്ചു നോക്ക്, ഞാൻ ജീവനുള്ള സാക്ഷിയാണോ? ബൈബിൾ നിന്റെ വീട്ടിൽ ഉണ്ടെന്ന് പറഞ്ഞു, നീ സ്നാനപ്പെട്ടെന്ന് പറഞ്ഞു, നീ ചർച്ചിനകത്ത് നിന്റെ പേരുണ്ടെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ കമ്മിറ്റി നിന്റെ പേരുണ്ടെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ നീ ചർച്ചിൽ വലിയ ആളാന്ന് പറഞ്ഞിട്ടോ ഒരു കാര്യമില്ല. യേശു നിന്റെ കൂടെ ഉണ്ടോ? എനിക്ക് ചോദിക്കാനുള്ള ഒറ്റ ചോദ്യം അതാ. നീ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയിലും യേശു ഇഷ്ടപ്പെടുന്നുണ്ടോ? യേശു ഇഷ്ടപ്പെടുന്നുണ്ടോ? നീ നോക്കാറുണ്ടോ? നീ നോക്കുന്നത് ലോക അധികാരികൾ, അല്ലെങ്കിൽ അപ്പുറത്തെ വീട്ടുകാർ, ഇപ്പുറത്തെ വീട്ടുകാർ, ബന്ധുക്കൾ, സ്വന്തക്കാര്. ഇവരെല്ലാം എന്നെ ഇഷ്ടപ്പെടുന്നുണ്ടോ നോക്കുന്നത്? ഇല്ലയോ? ആണോ? ഒരു വാക്യം ഒന്ന് വായിച്ചിട്ട് ഇതിലേക്ക് വരാം. 2 കൊരിന്ത്യർ 6:14 വാക്യം ഒന്ന് വായിച്ചു നോക്ക്. പെട്ടെന്ന് എടുത്തോ. 2 കൊരിന്ത്യർ 6:14.
നിങ്ങൾ അവിശ്വാസികളോട് ഇണയില്ല പിണ കൂടരുത്. നിങ്ങൾ അവിശ്വാസികളോട് ഇണയില്ല പിണ കൂടരുത്. കാര്യം എന്തുവാ? യേശു എന്ന് പറഞ്ഞിട്ട് യേശുവിന് വേണ്ടി ജീവിക്കാത്ത ഒരുത്തനും അവന്റെ പേരെന്തുവാ? അവിശ്വാസി. ദൈവത്തെ അറിഞ്ഞിട്ടും ദൈവം എന്തെന്ന് അറിയാതെ ജീവിക്കുന്നവന്റെ പേരല്ല എന്തുവാ? അവിശ്വാസി. അല്ല, ദൈവത്തെ അറിയാതെ ജീവിക്കുന്നവന്റെ പേരല്ല എന്തുവാ? അവിശ്വാസി എന്ന. ദൈവത്തിന്റെ വചനം പറയുക, വിശ്വാസി ഒരിക്കലും അവിശ്വാസിയോട് എന്ത് ചെയ്യല്ലേ. ഇന്ന് ഓരോ ദൈവമക്കളുടെ ഉപദേശങ്ങളും അവരുടെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റം വരുന്നു, ഇതെല്ലാം അവിശ്വാസി പറഞ്ഞിട്ട് അവരെ അനുസരിച്ച് ചെയ്യുക. അത് ദൈവത്തിന്റെ ആകും. ദൈവത്തിന്റെ ആകും. പ്രിയ ദൈവത്തിലെ സ്തോത്രം. ഞാൻ എപ്പോഴും ചിന്തിക്കേണ്ട ആർക്ക് വേണ്ടിയാ? ആർക്ക് വേണ്ടിയാ? കർത്താവിന്റെ ഇഷ്ടത്തിന് വേണ്ടിയാ എന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നത്. സ്തോത്രം. ഞാൻ എപ്പോഴും ഏൽപ്പിച്ചു കൊടുക്കേണ്ട ആർക്ക് വേണ്ടിയാ? കർത്താവിന്റെ ഇഷ്ടത്തിന് വേണ്ടി. സ്തോത്രം. ഞാൻ ബൈബിൾ കോളേജിൽ പോയി 3 കൊല്ലം പഠിച്ചു, അടുത്ത പഠിച്ചു, ഡോക്ടറേറ്റ് വരെ എടുത്തു. ദൈവത്തിന്റെ ആത്മാവ് എന്റെ മേലില്ലെങ്കിൽ ആ പഠിച്ചുകൊണ്ടൊന്നും ഒരു പ്രയോജനമില്ല. ആ പഠിച്ചതല്ല ശുശ്രൂഷിക്കുന്നത്. ആണോ? ഞാൻ ഈ സൺഡേ ഇവിടെ കയറിയിരുന്നത് സ്തോത്രം KP യോഹന്നാന്റെ ബൈബിൾ കോളേജ് പഠിച്ച കാര്യമാണോ ഞാൻ ഇവിടെ നിന്ന് പറയുന്നത്? ദൈവത്തിന്റെ ആത്മാവ് പകരുന്നതാ ഞാൻ ഇവിടെ പകർന്നുകൊണ്ടിരിക്കുന്നത്. സ്തോത്രം. ഞാൻ ആ പഠിച്ച എന്തിനു വേണ്ടിയാ? ഒരു അടുക്കും ചിട്ടയും ഉണ്ടാവാൻ. സ്തോത്രം. എന്റെ ലക്ഷ്യം എന്തുവാണെന്നും ആ ലക്ഷ്യത്തിനനുസരിച്ചുള്ള പഠിത്തമാ ഞാൻ പഠിച്ചത്. പക്ഷെ എന്നെ ആ ലക്ഷ്യത്തിൽ കൊണ്ടുവന്ന ആ പഠിപ്പല്ല, ഞാൻ പ്രാപിക്കുന്ന ദൈവത്തിന്റെ കൃപയാണ്. അതുകൊണ്ടാ പറയുന്നത്, സ്തോത്രം, ദൈവസന്നിധിയിൽ എപ്പോഴും എന്ത് ചെയ്യണം? പൊട്ടനെ പോലെ നിൽക്കണം. ദൈവം എന്തു പറയുന്നത് ചെയ്യണമെങ്കിൽ ഒരു പൊട്ടനെ പോലെ അറിവുള്ളവനാ കഴിവുള്ളവനാന്ന് പറഞ്ഞ് നിന്ന് കഴിഞ്ഞാൽ ഒന്നും ദൈവത്തിന് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ദൈവത്തിന് വേണ്ടി ചെയ്യുവാൻ കഴിയത്തില്ല. ദൈവം ദൂതുകളെ ഓർമ്മപ്പെടുത്തി. ഞാൻ ഓർക്കുക, ദൈവത്തിന്റെ ദൂത് അവർ കേൾക്കേണ്ട രീതിയിൽ കേട്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ദൈവത്തിന്റെ ദൂതിനെ കേൾക്കേണ്ട രീതിയിലും ഏറ്റെടുക്കേണ്ട രീതിയിലും അവർ ഏറ്റെടുത്തായിരുന്നെങ്കിൽ ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, കല്ലറയുടെ ഫ്രണ്ടിൽ പോകത്തില്ല. അവർ എന്ത് പറയും? ആ മുദ്രയെ പൊട്ടിച്ച് പുറത്തു കൊണ്ടുവരുന്നവനാണ് ആര്? കർത്താവായ യേശു. ആ മുദ്രയ്ക്കോ അല്ലെങ്കിൽ ആ കല്ലുരുട്ടി വെച്ചെന്ന് പറഞ്ഞോ ആ കല്ലറയ്ക്കോ ആരെ ഉൾക്കൊള്ളാൻ പറ്റത്തില്ല? യേശുവിനെ ഉൾക്കൊള്ളുവാൻ കഴിയത്തില്ല. സ്തോത്രം. ഈ ഒറ്റ ദൂത നമ്മളെല്ലാം മരിച്ചിട്ട് എവിടെങ്കിലും നമ്മളെ കൊണ്ട് അടക്കി കഴിഞ്ഞാൽ പിന്നെ വർഷം കൂടുമ്പോഴോ അല്ലെങ്കിൽ സ്തോത്രം അലലിയ കൂടെ വർഷത്തിന്റെ ഓർമ്മ ദിവസം എല്ലാം വന്നിട്ട് നമ്മൾ അവിടെ പോയി മെഴുകുതിരി കത്തിക്കാത്തതും എന്റെ എല്ലാ കാര്യവും എന്തുവാ? ഈ ഒറ്റ ദൂത എന്തുവാ? നമ്മളെ അടക്കി മരിച്ച ആൾ എത്ര ശ്രേഷ്ഠനാണെന്ന് പറഞ്ഞാലും അയാളെ ബോഡി നമ്മൾ വീട്ടിൽ കൂടുതൽ നേരം വെക്കുവോ? വെച്ചാൽ എന്തുണ്ടാവും? അതെന്തുകൊണ്ടാ നാറ്റം വെക്കുന്നത്? എന്തുകൊണ്ടാ? ജീവനില്ലാത്ത ശരീരം അഴുകാനുള്ളതാ. ജീവനില്ലാത്ത വസ്തു അഴുകിപ്പോ. കർത്താവ് പറയുക, കർത്താവ് വരുന്ന സമയത്ത് ഏത് കല്ലറക്കൊണ്ട് അടക്കിയാലും എന്ത് ചെയ്യും? നേരത്തെ വിശ്വാസത്തിലേക്ക് ഒരാളെ വിളിച്ചാൽ ഒരാളെ ഉടനെ ചോദിക്കും കല്ലറയുണ്ടോ പോയി. ഇപ്പൊ ഏത് കല്ലറയെല്ലാം അടക്കുന്നത്, എന്തൊക്കെ അടക്കുന്നതെന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥയായി ഇല്ലയോ? കല്ലറക്കെല്ലാം പ്രാധാന്യം കൊടുത്ത് കല്ലറ എന്ന് പറയുന്ന ചാടി വന്നവരൊന്നും ഇന്ന് പലരും ഇല്ല. ഉണ്ടോ? കല്ലറയിലോ അടക്കത്തിലോ അല്ല കാര്യം ഇരിക്കുന്നത്. ഇന്ന് പലരും അടക്കത്തിനല്ല ഒരു ഉത്സവം പോലെ കണ്ട അടക്കുന്നത്. അതിനകത്തൊന്നുമല്ല ഒരു കാര്യം ഇരിക്കുന്നത്. അങ്ങനെ അടക്കിയ വ്യക്തിയാണ് ധനവാൻ. അങ്ങനെ അടക്കിയ വ്യക്തിയായിരുന്നു ധനവാൻ. സ്തോത്രം. ഒരു ഉത്സവമായിട്ട് കാണാതെ, ഒരു പ്രാധാന്യം കാണാതെ അടക്കിയ വ്യക്തിയായിരുന്നു ലാസർ. ലാസർ ഉയർത്തിയും ഈ വചനവും അതുമായിട്ടൊരു വലിയൊരു ബന്ധമുണ്ട്. എന്തുവാ? ലാസർ അബ്രഹാമിന്റെ മടിയിൽ പോയി. ധനവാൻ ഇവിടെ വന്നു യാതന സ്ഥലത്ത് ഇരുന്നുകൊണ്ട് ധനവാൻ പറയുന്നുണ്ട്, സ്തോത്രം, ഞാനോ ഇവിടെ ആയിപ്പോയി. എന്റെ വീട്ടിൽ 5 സഹോദരങ്ങളുണ്ട്. അവരെങ്കിലും വരാതിരിക്കണമെങ്കിൽ ലാസറിനെ ജീവനോട് എവിടേക്ക് നയിക്കണം? എന്റെ വീട്ടിലേക്ക് നയിക്കണം. അത് കണ്ടെങ്കിലും അവരെന്ത് ചെയ്യണം? രൂപാന്തരപ്പെടണം, മാനസാന്തരപ്പെടണം. അപ്പോൾ അബ്രഹാം പിതാവ് പറഞ്ഞു, അവർക്ക് മോശ ഉണ്ടായിരുന്നു. മോശ എന്ന് പറയുന്ന പ്രവാചകനും പ്രവാചകന്മാർ കൊടുത്ത വചനവും ഉണ്ടായിരുന്നു. അവർക്ക് രൂപാന്തരപ്പെടണമെങ്കിൽ രൂപാന്തരപ്പെടണം. ഇല്ലേ? ഇതാണ് അവിടെ നമ്മളെ സ്റ്റോപ്പ് ചെയ്യുന്ന ഭാഗം. അടുത്ത പുതിയ നിയമത്തിനകത്ത് യേശുക്രിസ്തുവാണ് ഇവരെ രണ്ടുപേരെയും നമുക്ക് പരിചയപ്പെടുത്തി തന്നത്. യേശുക്രിസ്തു പറയുക,
കർത്താവായി യേശു മൂന്നാം നാള് ഉയർത്തെഴുന്നേൽക്കുമെന്ന് ഇവർക്ക് ദൂത് കൊടുത്തിട്ടും ആലോചന കൊടുത്തിട്ടും ഇവരെന്ത് ചെയ്യുന്നില്ല? ഇതാണ് ഏറ്റവും വലിയ വീണ്ടും ജനിച്ച ദൈവമക്കൾ മേൽ ചിലത് ഇപ്പോഴും കളഞ്ഞിട്ടില്ല, ചിലതിന്റെ എല്ലാം പിന്നാലെ ഇപ്പോഴും നടക്കും. പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ട് ഇറങ്ങുമ്പോൾ ഒരു പൂച്ച കുറുക്കയാടിയ ഉടനെ 2 വട്ടം നടന്നു. എന്തിനായി കറങ്ങുന്നത്? വിശ്വാസിയാണ്. അല്ലെ അപ്പോഴൊന്നും മിണ്ടത്തില്ല. ആ പോകുന്ന കാര്യത്തിനകത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എനിക്ക് അപ്പോഴേ അറിയാം, ഇറങ്ങിയപ്പോഴേ അറിയാം. നമ്മളവർക്ക് ദൂത് ദൈവം കൊടുത്തതാണെങ്കിൽ ഇറങ്ങിയപ്പോഴേ പോകണ്ടെന്ന്, അല്ലെങ്കിൽ ഇറങ്ങിയപ്പോഴേ ആ പോകുന്ന കാര്യം നടക്കത്തില്ലെന്ന് ദൂത് കിട്ടിയെങ്കിൽ പിന്നെ പോണ്ടായിരുന്നല്ലോ, അവിടെ ഇരുന്നാ പറയാം. ചിലവർ പറയാറുണ്ട്, അല്ലെങ്കിൽ ചിലവരെ കാണുമ്പോൾ, അല്ലെ ഓപ്പോസിറ്റ് വരുന്ന ആൾക്കാരെ കാണുമ്പോൾ എനിക്ക് അപ്പോഴേ അറിയാം, പറയത്തില്ല. നമ്മളവർക്കും തോന്നുന്നു ദൂത് കിട്ടിയ കാര്യം വേറെ ഒന്നും ഇന്ന ആളെ കണ്ടതാണ്. ഇതുവരെ പഴയത് പോയിട്ടില്ല. യേശു ക്രിസ്തു ശുദ്ധീകരിച്ചതിനെ അശുദ്ധമെന്ന് പറയുവാൻ ആർക്കെങ്കിലും കഴിയുമോ? നീ പിതാവും പുത്രനും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനമേൽക്കുമ്പോ യേശു അതിനെ ശുദ്ധീകരിച്ചിരിക്കുന്നത്. ലോക അധികാരികളോ, അല്ലെങ്കിൽ നിന്റെ ബന്ധുവോ, നിന്റെ സ്വന്തക്കാരനോ, നിന്റെ അപ്പനോ, നിന്റെ അമ്മയോ, അല്ലെങ്കിൽ സഹോദരനോ, ഭാര്യയോ, ഭർത്താവോ ഒന്നും അല്ല ശുദ്ധീകരിച്ചത്. നസറേയനായ യേശു ശുദ്ധീകരിച്ചിരിക്കുന്ന ആ ശുദ്ധീകരിച്ചതിനെ അശുദ്ധമെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? എന്നെ നിങ്ങളെ ആരാ ശുദ്ധീകരിച്ചേക്കുന്നേ? യേശു ക്രിസ്തു ശുദ്ധീകരിച്ചേക്കുന്നത്. ഞങ്ങളെ അശുദ്ധം എന്ന് പറയാൻ പറ്റുമോ? സ്തോത്രം. ഇന്ന് വീണ്ടും ജനിച്ചിട്ട് പലരും എന്ത് ചെയ്യില്ല? സ്തോത്രം. അല്ലെ നമ്മൾ അങ്ങോട്ട് ചെന്ന് ഇന്നാളും നമുക്ക് പാര പണിയാ, അതെപ്പോഴും നമ്മൾ പറയുന്ന കാര്യം അല്ലയോ? ദൈവം തരാന്നിരിക്കുന്ന ഒരു കാര്യത്തെ ആരും പാര പണിയാലും നടക്കത്തില്ല. ദൈവം തന്നിരിക്കും. ദൈവത്തിന് അത് തരാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാണ് ഒരു തേറൽ എടുത്ത് എന്ത് ചെയ്തേക്കുന്നത്? കുറുക്ക് കയറിയേക്കുന്നത്, നിനക്ക് തടഞ്ഞു വെച്ചേക്കുന്നത്. അതെന്താ വിശ്വസിക്കാത്ത? നമ്മളൊരു രാവിലെ പാടിയല്ലോ, പരീക്ഷ ഉണ്ടെങ്കിൽ പരിഹാരമുണ്ട്. ഇതെല്ലാം പറഞ്ഞ് പാടുന്ന ആൾക്കാരാണ് നമ്മള്, ഇല്ലേ? എടാ, നിന്റെ വാഗ്ദത്തങ്ങളെയും നിന്റെ നന്മകളെയും ബന്ധിക്കുവാൻ ഒരു ശക്തിക്കും കഴിയത്തില്ലെന്ന് ആദ്യം തിരിച്ചറിയ. നിനക്ക് ചിലത് കരങ്ങളിൽ വരാത്തത് എന്തുകൊണ്ടാ? ദൈവം ചിലത് നിനക്ക് തരുവാൻ ആഗ്രഹിക്കുന്നതേ തരത്തുള്ളൂ. ദൈവഹിതമില്ലാത്തതൊന്നും നിന്റെ ഭവനത്തിലേക്ക് കയറി വരല്ലേ. ദൈവവചനത്തിന്റെ കോരിന്ത്യറിനകത്ത് പറയുന്നു, എന്ത് പറയുന്നു? അവിശ്വാസിയായി നിനക്കൊരു ബന്ധവും ഇല്ല. അവിശ്വാസികമായ ഒരു ബന്ധവും ഇല്ല. നീ വീണ്ടും ജനിച്ചവനാ. നിന്റെ ഓരോ പ്രവൃത്തിയിലും ആരാ ചെയ്യേണ്ടത്? കർത്താവ് ചെയ്യേണ്ടത്. പക്ഷെ പഠിക്കാതെ ജയിക്കൂ? പഠിക്കാതെ ജയിക്കും. സ്തോത്രം. പഠിച്ചും ജയിക്കും. ആരെ ബുദ്ധി കൊടുത്തത്? നീ പഠിച്ച മൊത്തവും നീ പഠിച്ചെഴുതിയത് മുഴുവനും കറക്റ്റ് ആവാ. അത് നോക്കുന്ന ഒറ്റ ഒരുത്തന്റെ ചിന്ത വന്നാൽ മതി. അതുകൊണ്ടാ പിന്നെ ചില ഒരു പേപ്പർ ഒന്നുകൂടെ എടുത്ത് നോക്കിപ്പിക്കുന്നു. ഇല്ലേ? അവിടെ ഒരു ദൈവത്തിന്റെ കൃപയുണ്ടാവണം. നിന്റെ വിദ്യാഭ്യാസത്തിനകത്ത്, നിന്റെ ബുദ്ധിയിന്മേല്, നിന്റെ ജ്ഞാനത്തിന്മേല് എല്ലാം ദൈവത്തിന്റെ കൃപയുണ്ടെങ്കിൽ ദൈവം എന്ത് ചെയ്യും? ഒരു വിജയം നൽകും. അതിന് ഒരു മാറ്റവും ഇല്ല. കല്ലറയ്ക്ക് പോവുക. നമ്മളെ ചില സ്വഭാവം കാണിക്കുന്നത് എന്തുവാ? കർത്താവ് പറഞ്ഞ ദൂത് പലപ്പോഴും എന്ത് ചെയ്തോ എന്ന് പറയാൻ ദൈവമക്കളെ, ദൈവത്തിന്റെ ആത്മാവരോട് ശക്തമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവ് പറയുന്ന ദൂതാ പറയുന്നത്, നിങ്ങളോട് പറഞ്ഞ ദൂതിനെ നിങ്ങൾ മറന്നു പോകല്ലേ. ദൂത് നിങ്ങളോട് മറന്നു പോകുന്നതുകൊണ്ടാ. അയ്യോ അത് വേണോ, ഇനി അത് ചെയ്യണോ, ഇങ്ങനെ നിൽക്കണം, ഇങ്ങനെയുള്ള സംശയം ഉള്ള കാലത്തോളം ദൈവത്തിന്റെ ദൂത് താമസിച്ചു പോന്നേ ഉള്ളൂ. ആ ദൂത് നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിവർത്തിയാവത്തില്ല. ഒരു ദൈവ പൈതന്റെ മേലിൽ ഒരു ദൂത് കേട്ടാൽ എന്തൊക്കെ വന്നെന്ന് പറഞ്ഞാലും, ഭൂമി മാറിയാലും, ഈ ലോകം മാറിയാലും, എന്തൊക്കെ അധികാരികൾ വന്നാലും എന്നോട് പറഞ്ഞ ദൂത് മാറത്തില്ല. കാര്യം എന്തുവോ? സകലതും ഉണ്ടാക്കിയ നസറനായ യേശുവാണ് എന്നോട് പറഞ്ഞിരിക്കുന്ന ദൂത്. ആ ദൂത് ഞാനും എന്റെ കുടുംബവും അനുഭവിക്കുന്നു. ഉറപ്പുള്ളവന് മാത്രമേ ദൈവത്തിന്റെ ദൂത് അനുഭവിക്കാൻ പറ്റുള്ളൂ. ഇച്ചിരി താമസിച്ചാൽ ഇപ്പോഴും നീ കഴിഞ്ഞു പോകുന്നില്ലേ? നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ടോ? എന്നോട് ദൈവം ദൂത് പറഞ്ഞിട്ടുണ്ട്, വലിയൊരു സഭയെ തരാം, നീ എല്ലാം വിട്ടു വന്നപ്പോൾ നിനക്ക് ഇന്നെ തരാം. സ്തോത്രം. ഇപ്പോഴും ഞാൻ നിൽക്കുന്നത് എവിടാ? നിൽക്കുന്നത് എവിടാ? ദൈവം പറഞ്ഞ ദൂതിലേക്ക് വന്നിട്ടില്ല.
അതിന്റെ ഒരു ആരംഭത്തിലേക്ക് വന്ന് മാത്രം നിൽക്കുക. ഞാൻ ദൈവത്തോട് പറയാം, അത് നടന്നില്ലല്ലോ. ഇല്ല, ദൈവം എന്നോട് ചോദിക്കുക, നിന്റെ എന്തെങ്കിലും കാര്യത്തിനകത്ത് ഞാൻ മുടക്കം വരുത്തിയിട്ടുണ്ടോ? ഉണ്ടോ? അതേപോലെ എന്റെ പ്രിയ ദൈവമക്കളെ പറയുക, ഇത്രയും പ്രതികൂലത്തിന്റെ സാഹചര്യത്തിൽ, പ്രതിസന്ധിയുടെ സാഹചര്യത്തിലും നിന്റെ ജീവിതത്തിനകത്ത് എന്തെങ്കിലും കാര്യത്തിനകത്ത് നസറേനായ യേശുവപ്പൻ വിളിച്ച രക്ഷിതാവായ കർത്താവ് മുടക്കം വരുത്തിയിട്ടുണ്ടോ? മുടക്കം വരുത്തിയിട്ടില്ല എന്ന് വിശ്വാസമുള്ള ദൈവമക്കൾക്ക് ഉറപ്പായിട്ട് ഞാൻ ദൈവത്തിന്റെ ദൂത് വിളിച്ച് പറയാം, ദൂത് നിങ്ങളുടെ ജീവിതത്തിൽ നിവർത്തിയാവും. നിങ്ങളെ പുറവുറുപ്പ് നിൽക്കുക, നിങ്ങൾ ആ ദൂതിലൊന്ന് വിശ്വസിക്കും. ദൈവത്തിന്റെ ദൂതന്മാർ പ്രത്യക്ഷപ്പെട്ടു, 2 പേർ. സ്തോത്രം, 2 പേർ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു വാക്യമാണ് ഈ പറയുന്നത്. 2 പേർ പ്രത്യക്ഷപ്പെട്ടു. ജീവനുള്ളവനെ ജീവനില്ലാത്തവരുടെ അടുത്ത് എന്തിനാ തേടുന്നത്? സ്തോത്രം. അതിന്റെ വാക്യം വായിക്കാം, പെട്ടെന്ന് വായിക്കാം. 2 ദൂതന്മാർ പ്രത്യക്ഷപ്പെട്ടു. നിങ്ങൾ ജീവനുള്ളവനെ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നതെന്ത്? ജീവനുള്ളവനെ മരിച്ചവന്റെ ഇടയിൽ അന്വേഷിക്കുന്നതെന്ത്? പ്രിയ ദൈവമേ, കർത്താവായ യേശു എനിക്ക് രക്ഷിതാവായിട്ടുണ്ട്. കർത്താവായ യേശുവിന് കഴിയാത്ത ഒന്നുമില്ല. കർത്താവായ യേശുവിന് വേണ്ടി മാത്രമാണ് ഞാൻ ജീവിക്കേണ്ടത്. എന്റെ യേശുവിന് കഴിയാത്ത ഈ ലോകത്തിൽ ഒന്നുമില്ല എന്ന് പറയുന്ന ദൈവമേ, നീ പിന്നെ എന്തിനാ ഈ ലോകത്തെ ഭയപ്പെടുന്നത്? പ്രതികൂലം വരുമ്പോൾ, കഷ്ടങ്ങൾ വരുമ്പോ, സങ്കടങ്ങൾ വരുമ്പോ നീ എന്തിനാ ഈ ലോകത്തിൽ നിന്ന് പതറിപ്പോകുന്നത്, ഭയപ്പെടുന്നത്? എങ്ങനെയാന്ന് ചോദിക്കുന്നത് എന്തിനാ? കരുതുക, സകലത്തിൽ മേൽ മറുപടി തരാന്ന് പറഞ്ഞ കർത്താവല്ലയോ നിന്നെ വീണ്ടും ജനനം തന്ന് നിന്നെ വീണ്ടെടുത്തത്? എങ്കിൽ ആ കർത്താവ് അറിയാം നിന്റെ ഈ പ്രശ്നം മാറ്റാൻ. കർത്താവ് ദൂതന്മാർ പറയാതെ ജീവനുള്ളവനെ ജീവനില്ലാത്തവന്റെ അടുത്ത് നോക്കണം. അതെന്തുവാ പറഞ്ഞില്ലയോ? ദൂത് പറഞ്ഞില്ലയോ? 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുന്നു. ആ ബോഡിയെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ബന്ധിച്ചു വെക്കാൻ പറ്റത്തില്ല. ആ ബോഡി എന്ത് ചെയ്യും? 3-ാം നാൾ ആര് ഉയർത്തും? ക്രിസ്തു ഉയർത്തും. യഹോവേ ദൈവം ഉയർത്തും. 3-ാം നാൾ ഉയർത്തെഴുന്നേക്കും. ഉയർത്തെഴുന്നേക്കത്തില്ലായിരുന്നെങ്കിൽ എന്റെ നിങ്ങളെ പാപം ഇപ്പോഴും നൽകുന്നതിനെ. ഉയർത്തെഴുന്നേറ്റോണ്ടതാ എന്റെ നിങ്ങളെ പാപം മാറിയത്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് പകൽ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ തോറ്റവരല്ല, നിങ്ങൾ ജയിച്ചവരാ. യേശുവിനെ കണ്ടവൻ ജയിച്ചവനാ. യേശുവിനെ കണ്ട് ആരെയും തോൽപ്പിക്കത്തില്ല. കാര്യം ഇതുവാ, 3-ാം നാൾ സകലത്തിന്റെ നിയമങ്ങളെ പൊട്ടിച്ചുകൊണ്ട് ഉയർത്തെഴുന്നേറ്റു. ദൈവത്തിന്റെ വലതു ഭാഗത്ത് എനിക്ക് നിങ്ങൾക്കും വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. നമ്മളത് കർത്താവ് എന്തുവാ? ജയാലിയ. നമ്മളെ കർത്താവ് ഒരിക്കലും എന്തില്ല? തോറ്റവനല്ല. ഇന്ന് പ്രിയ ദൈവമക്കളെ ഓർത്തോ, ക്രിസ്തു ജയാലിയാണെങ്കിൽ ആ ജയാലിയ ഞാൻ എന്റെ രക്ഷിതാവായി കണ്ടിരിക്കുന്നത്, രക്ഷിതാവായി ജീവിക്കുന്നത്. ആ രക്ഷിതാവ് ഉള്ള കാലത്തോളം ഞാൻ ഒരിക്കലും തോറ്റുപോകത്തില്ല. ഞാനും എന്റെ കുടുംബവും ജയം പ്രാപിക്കും. ഇന്ന് ദൈവത്തിന്റെ ദൂത് പറയുക, ദൈവത്തിന്റെ ആലോചന പറയുക. പ്രിയ ദൈവത്തിൽ നീ പ്രാർത്ഥിക്കുമ്പോ ഇങ്ങനെ പ്രാർത്ഥിക്ക്, ഞാൻ സ്വത്രം, ഞാൻ എന്റെ കർത്താവ് യേശുവായ ജയാലിയായ തമ്പുരാൻ എനിക്ക് ജയാലിയായ ഉള്ള കാലത്തോളം, എനിക്ക് നായകനായ ഉള്ള കാലത്തോളം, ആ ജയാലിയായ യേശുവിനെ ഞാൻ അറിയുന്ന കാലത്തോളം എന്നെ ഒരു ശക്തിക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, തോൽപ്പിക്കുവാൻ കഴിയത്തില്ല. ആമേൻ. എന്റെ കുടുംബത്തിനകത്ത്, എന്റെ തലമുറമേൽ, എന്റെ നന്മയുമേൽ, എന്റെ ജോലിയുമേൽ, എന്റെ ആരോഗ്യത്തിന്മേൽ, എന്റെ ഉയർച്ചമേൽ ബന്ധിക്കുന്ന ഒരു അന്ധകാര ശക്തികൾക്ക് ബന്ധിക്കുവാൻ കഴിയത്തില്ല. കാര്യം എന്തുവാ? ഞാൻ ജയാളിയായ ക്രിസ്തുവിന്റെ പൈതലാണ്. മക്കളെ അപ്രകാരം ഒന്ന് പ്രാർത്ഥിക്കുക. ദൈവത്തിന്റെ വചനം പറയുന്നത്, നിന്നെ പിടിച്ചു വെച്ചിരിക്കുന്ന ചില കോട്ടകളെ ദൈവം തകർത്തു മാറ്റും. നിന്നെ ബന്ധിച്ചു വെച്ചിരിക്കുന്ന ചില ബന്ധനങ്ങളെ ദൈവം തകർത്തു മാറ്റും. സംശയം കൊണ്ടുവരുന്ന ചില ചിന്തകളെ നീ മാറ്റിക്കളയും. ചില ബലഹീനങ്ങളെ മാറ്റും. അവിടെ ആര് പ്രവർത്തിക്കും? കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും. നമ്മളെ ക്വാളിറ്റി ആദ്യം മനസ്സിലാക്കുക. കർത്താവ് പറയുക, ജീവനുള്ളവനെ ഒരിക്കലും എന്ത് ചെയ്യല്ലേ? മരിച്ചവന്റെ അടുത്ത് പോയി അന്വേഷിക്കല്. ഇന്ന് നമ്മൾ പലപ്പോഴും എവിടെ ഇരിക്കുക? മരിച്ചവന്റെ അടുത്ത് ഇരിക്കുക. ജീവനുള്ളവന്റെ അടുത്തല്ല ഇരിക്കുന്നത്. ജീവനുള്ളവന്റെ അടുത്ത് ഇരിക്കുന്നെങ്കിൽ എന്നെ നിങ്ങൾ എന്ത് ചെയ്തനെ? ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളും ദൂതുകളും എന്ത് ചെയ്തനെ? യഥാർത്ഥമായി പ്രാപിക്കേണ്ടതാണ്. ഞാൻ ജീവനുള്ള ദൈവമാണ് എന്റെ കൂടെ ഉള്ളത്. അമേ. ദൈവം പിന്നെ ദൂത് പറഞ്ഞു കൊടുക്കുക. ആർക്ക്? സ്തോത്രം. തേടി വന്ന സഹോദരിമാർക്ക് ദൈവം ദൂത് പറഞ്ഞു കൊടുക്കുക. സ്തോത്രം. ഹല്ലേലൂയ. എന്തുവാ? പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ കുറെ സുഗന്ധവർഗ്ഗങ്ങൾ കൊണ്ടുവന്ന് പൂശേണ്ട ശരീരമൊന്നും അല്ലത്. അതെവിടെ പോയിരിക്കാവുള്ളതാ? തേജസ്സോട് നിറയപ്പെടാത്ത ശരീരമാണ്. ഇന്ന് പ്രിയന്റെ മക്കളെ, എന്നെയോ നിങ്ങളെയോ ഇനി ഏതെല്ലാം രീതി എവിടെല്ലാം കൊണ്ട് അടക്കിയെന്ന് പറഞ്ഞാലും കർത്താവ് ചേർക്കേണ്ട സമയത്ത് അവിടുന്ന് അസ്ഥി പൊങ്ങിയിരിക്കും. കർത്താവിനാൽ എന്ത് ചെയ്യും? ചേർക്കപ്പെടും. അത് ഏതെല്ലാം രീതി അടക്കിയെന്ന് പറഞ്ഞാലും എന്ത് ചെയ്യും? ദൈവം അവിടുന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കും. അതാണ് കർത്താവ് പറഞ്ഞ ദൂതായത്. എന്തുവാ? 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കും.
സ്തോത്രം. അടുത്ത വാക്യം. മുമ്പേ ഗലീലയിൽ ഇരിക്കുമ്പോൾ തന്നെ ആ. അവൻ നിങ്ങളോട് കണ്ടോ പറയുക, അന്ന് ഗലീലയിൽ ഇരുന്നപ്പം തന്നെ നിങ്ങളോട് ഇത് ഊത് പറഞ്ഞതാ. പക്ഷെ എന്ത് ചെയ്തില്ല? വെളിപ്പെട്ട് വന്നില്ല. എല്ലാം അറിയാമെന്ന് പറഞ്ഞ ആൾക്കാരാ, വെളിപ്പെട്ട് വന്നില്ല. അടുത്തത്. മനുഷ്യപുത്രനെ ആ. പാപികളായ മനുഷ്യരുടെ കയ്യിൽ ഏൽപ്പിച്ച് ക്രൂശിക്കുകയും ആ. അവൻ മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും വേണമെന്ന് പറഞ്ഞ് ദൈവം സത്യസന്ധതയോട് ജീവിക്കുന്നവൻ ഒരിക്കലും സത്യസന്ധത ഇല്ലാത്തവൻ എന്തുവാ? ശത്രുവാ. അവൻ ഒരിക്കലും എന്ത് ചെയ്യത്തില്ല? നമുക്ക് സപ്പോർട്ട് നിൽക്കത്തില്ല. അവൻ ഒരിക്കലും നമ്മളെ എന്ത് ചെയ്യത്തില്ല? സ്നേഹിക്കാൻ കഴിയത്തില്ല. കാര്യം എന്തുവാ? അവന്റെ മേൽ മുഴുവനും എന്തുള്ളതാ? വ്യാജമുള്ളതാ. നിന്റെ മേൽ എന്തുള്ളത്? സത്യസന്ധതയുള്ളത്. നീ ഒരിക്കലും സത്യസന്ധതയോടെ ചേരുവാൻ കഴിയത്തുള്ളൂ. ഒരിക്കലും എന്ത് ചെയ്യത്തില്ല? വ്യാജത്തിനോടൊപ്പം നിനക്ക് പോകാൻ കഴിയത്തില്ല. മനസ്സിലോ? ദൈവം നിന്നെ വിളിച്ചിരിക്കുന്ന വിളിയെ ഇന്ന് പകൽ അറിയേണ്ട രീതിയിൽ അറിഞ്ഞാൽ, നിന്നോട് ദൈവത്തിന്റെ ദൂത് പറഞ്ഞ ദൈവത്തിന്റെ ആ ദൂതിനെ അറിയേണ്ട രീതിയിൽ അറിഞ്ഞ് നീ മാറുന്നുവെങ്കിൽ ദൈവം നിശ്ചയമായ ആ ദൂതിനകത്ത് പ്രവർത്തിക്കും. ദൈവം ചെയ്യും നിനക്ക് വിടുതലും ആശ്വാസവും പകരും. അടുത്ത വാക്യം പെട്ടെന്ന് വായിക്കാം. അവർ അവന്റെ വാക്ക് ഓർത്തു കല്ലറ വിട്ട് മടങ്ങിപ്പോയി 11 മുതലായ എല്ലാവരോടും ഇതൊക്കെയും അറിയിച്ചു. അവർ ആരെന്നാൽ മഗ്ദലക്കാരത്തി മറിയ, യോഹന്നാൻ, യാക്കോബിന്റെ അമ്മ മറിയ എന്നവർ തന്നെ. അവരോടുകൂടെയുള്ള മറ്റു സ്ത്രീകളും അത് അപ്പോസ്തലന്മാരോട് പറഞ്ഞു. ഈ വാക്ക് അവർക്ക് വെറും കഥ പോലെ തോന്നി, അവരെ വിശ്വസിച്ചില്ല. കണ്ടോ? ദൈവത്തിന്റെ ദൂത് അങ്ങോട്ട് എന്ന് പറഞ്ഞിട്ട് പോലും, ദൈവത്തിന്റെ ദൂത് ഗലീല വെച്ച് തന്നെ പറഞ്ഞതാ. കർത്താവായ യേശുക്രിസ്തു ജീവനോട് ഭൂമിയിൽ ഇരുന്നപ്പോൾ മുഴുവൻ പറഞ്ഞതാ. സ്തോത്രം. അതവര് മറന്നുപോയി. ദൂതന്മാർ വീണ്ടും കല്ലറയെ വെച്ച്, സ്തോത്രം, ശരീരം ഉയർത്തെഴുന്നേറ്റപ്പോൾ, സ്തോത്രം, ശരീരത്തെ തിരക്കി വന്ന സഹോദരിമാരോട് പറഞ്ഞു കൊടുത്തു. സ്തോത്രം. മൂന്നാമത് സഹോദരിമാർ ചെന്ന് സംഭവിച്ചതെല്ലാം ചെന്ന് അപ്പോസ്തലന്മാരോട് പറഞ്ഞപ്പോ അവരെല്ലാം എന്തുവാ? ഒരു കെട്ടുകഥ പോലെ കേട്ടോണ്ടിരിക്കും. ഇന്ന് പ്രിയ മക്കളെ, ദൂത് പലപ്പോഴും ദൈവമക്കളുടെ ജീവിതത്തിനകത്ത് നിവൃത്തിയാവാത്തതിന്റെ കാര്യം ഇതാ. പലതും കെട്ടുകഥയെ പോലെ കേട്ടുകൊണ്ടിരിക്കുക. കെട്ടുകഥയെ പോലല്ല കേൾക്കേണ്ടത്. ഈ ദൂതിനെ എന്നെ വിടുവിക്കുവാൻ കഴിയത്തുള്ളൂ. ഈ വചനത്തിന് മാത്രമേ എന്നെ ശക്തീകരിക്കുവാൻ കഴിയത്തുള്ളൂ. ഈ വചനം എന്നെ ശക്തീകരിക്കുവാൻ വേണ്ടി തന്നിരിക്കുന്നതാ. ഈ ദൂത് എന്നെ ശക്തീകരിക്കുവാൻ തന്നിരിക്കുക. അപ്രകാരമുള്ള കാഴ്ചപ്പാടോട് ആ ദൂതിന് വില കൊടുക്കുന്ന ദൈവപൈതലിനും മാത്രമേ ദൈവത്തിന്റെ ദൂതും വാക്തത്വം ചെയ്യാൻ പറ്റത്തുള്ളൂ. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞാല്, ചില ഒരു കർത്താവിന്റെ സന്നി വന്നിട്ട് സ്തോത്രം എല്ലാം ഇപ്പൊ ഞങ്ങൾ അങ്ങ് ചെയ്യും, ഭയങ്കര ഓവർ കാണിക്കും, ഇല്ലയോ? ഒരു പ്രതികൂലം വരുമ്പോ ഈ ഓവർ കാണിച്ചവരെ പിന്നെ കാണിക്കും, അല്ലയോ? സോ കർത്താവ് എന്ത് പറഞ്ഞു? വേഗത്തിൽ കേൾക്കും, താമസിച്ച് മറുപടി, ഇല്ലയോ? താമസിച്ച്. കർത്താവ് ഒരു അപ്പന് 2 മക്കളെ കർത്താവ് പരിചയപ്പെടുത്തുന്നു. മൂത്ത മോനെ കണ്ടപ്പം യേശുക്രിസ്തു പറഞ്ഞു, ഇതാ ഇന്ന് വയലിൽ പോയി അല്ല, പിതാവ് മകന്റെ അടുത്ത് പറയോ, നീ ഇന്ന് വയലിൽ ചെന്ന് ജോലി ചെയ്യണം. മൂത്ത മോൻ എന്ത് പറഞ്ഞു? എനിക്കൊന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് ഒറ്റപ്പോക്ക് പോയി. രണ്ടാമത്തവനെ കണ്ടു, നീ പോയി ആ വേലയും ചെയ്യാൻ പറഞ്ഞു. ഞാൻ ഇപ്പൊ ഭാഗം. നമ്മൾ ഈ രണ്ടുപേരിലാരാ? രണ്ടാമത്തവൻ. ഉറപ്പിച്ച് ഞാൻ പറയാം, രണ്ടാമത്തവൻ. അതുകൊണ്ട് ചിലത് പ്രാപിക്കാൻ കഴിയും. മൂത്തവൻ എന്ത് ചെയ്തു? കുറച്ചകലെ പോയിട്ട് അവൻ ആലോചിച്ച്, അപ്പനാ പറഞ്ഞു മോശമായി, എന്ത് ചെയ്യണം? വയലിലേക്ക് പോകണം. സ്വത്രം. അതിനകത്ത് ഏറ്റവും വലിയൊരു മർമ്മമുണ്ട്. കേൾക്കുവല്ല, പ്രവർത്തിയാവേ. എന്ത് ചെയ്തു? നേരെ വൈകി. രണ്ടാമത്തെ എന്ത് ചെയ്തു? അപ്പനോട് ഞാൻ പറഞ്ഞില്ലേ, അപ്പന് സന്തോഷമായി, ഇനി എനിക്ക് പ്രശ്നമില്ല, നേരെ അവന്റെ കുട്ടിയാവും. കർത്താവ് ചോദിച്ചു, ഇതിൽ ആരാണ് ദൈവത്തിന്റെ ഇഷ്ടം ചെയ്തത്? അപ്പന്റെ ഇഷ്ടം ചെയ്തത്. എല്ലാവരും പറഞ്ഞ് മൂത്ത മകനാണ്. മൂത്ത മകനാണ് ആരുടെ ഇഷ്ടം ചെയ്തത്? ദൈവത്തിന്റെ ഇഷ്ടം ചെയ്തത്. അവന് മാത്രമേ അവകാശം പ്രാപിക്കാൻ പറ്റൂ. ദൈവ ഇഷ്ടം ചെയ്യുന്നവന് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അവകാശം പ്രാപിക്കാൻ പറ്റും. കർത്താവ് പറഞ്ഞു. ഇത് പ്രിയ മക്കളെ, ദൈവം നമ്മളോട് പറയുന്നത് അനുസരിക്കുന്നവൻ, ചെയ്യുന്നവനെയാണ് ആർക്ക് വേണ്ടത്? ദൈവത്തിന് വേണ്ടത്. ഞാൻ ഒരു ഉദാഹരണോട് പറയാം. ഒരു 10-25 വിറവ് കൊള്ളി എടുത്ത് നമ്മൾ കെട്ടി തലയെ വെച്ചോണ്ട് പോകും. തലയെ വെച്ചുകൊണ്ട് ഇങ്ങനെ നടന്നു പോകും. കുറച്ച് കഴിഞ്ഞപ്പോ ഈ കെട്ടം കഴിഞ്ഞു.
വിറവുള്ളിൽ എന്ത് ചെയ്യും? താഴെ വീഴും. താഴെ വീഴുമ്പോൾ എന്തൊക്കെ സംഭവിക്കും? നമ്മളെ ദേഹത്ത് വീഴും. നമ്മളെ നോവിച്ചിട്ട് എന്ത് ചെയ്യത്തുള്ളൂ? വിറവുള്ളി താഴെ വീഴും. താഴെ വീഴുമ്പോ കാലും പോയായിരിക്കും, ഇല്ലയോ? അതതിങ്ങനെ മായയായിട്ട് അങ്ങ് പോകും. ദൈവസ്ഥാനം തീരുമാനമെടുത്ത് ഉറപ്പിച്ചിട്ട് ബലപ്പെട്ട് ഞങ്ങളെല്ലാം ഓക്കെയാന്ന് പറയും. നീ എടുത്ത തീരുമാനത്തിൽ തന്നെ ആയിരിക്കും നിനക്ക് കുത്തുകൂടും, നിന്നെ വേദനിപ്പിക്കുന്നു, ഇല്ലയോ? ഞാന് ജാതികളോടൊന്നും ഇനി ഒരു കാര്യത്തിനകത്ത് നിൽക്കത്തില്ല. തീരുമാനമല്ലേ? ജാതികളായിട്ടുള്ള പല കാര്യത്തിലും നിന്നെ വിളിച്ചു. നീ മുഖം നോക്കിയിട്ട് ഇതെല്ലാം വിട്ടിട്ടാണ് പോകുന്നതനുസരിച്ചുള്ള അടി നിന്റെ കുടുംബത്തിനകത്ത് കിട്ടുക. നീ തന്നെ ഈ തീരുമാനം എടുത്തത് വഴി കിട്ടിയത് നിന്റെ കുഴപ്പമില്ല. ആ വചനത്തെ ഏറ്റെടുത്തവനാണെങ്കിൽ നീ ഉറപ്പായിട്ട് പറഞ്ഞേനെ എന്ത് ചെയ്യത്തില്ല, എനിക്ക് വരാൻ പറ്റത്തില്ല, ഞാൻ എന്തെങ്കിലും എക്സ്ക്യൂസ് പറഞ്ഞ് നീ തന്നെ നീ ഒഴിവായാണ്, ഇല്ലയോ? പക്ഷെ നീ എക്സ്ക്യൂസ് പറഞ്ഞ് ഒഴിവാകുന്നില്ല. നീ എന്ത് ചെയ്യുക? അവന്റെ മുഖം നോക്കിയിട്ട് അവൻ പറയുന്നത് കേൾക്കുക. നീ എവിടെ തീരുമാനം എടുത്തതാണ്? ഒന്നും വേണ്ട, ഞാൻ എളുപ്പത്തിൽ ഒരു ഐഡിയ പറയാം. ഇപ്പോഴത്തെ ഗൂഗിൾ മീറ്റിംഗ് ഇഷ്ടപ്പെടുന്ന ഒരുപാട് വിശ്വാസികൾ. കാര്യം എന്തുവാ? അതങ്ങോട്ട് ഓണാക്കിയാൽ മതി, പല്ല് കേൾക്കണ്ട, കുളിക്കണ്ട, അതിന്റെ ഫ്രണ്ടിൽ വന്നിരുന്ന് കയ്യിൽ കൊടുത്ത് ചായ കുടിക്കാം, ഡ്രസ് ഇടണ്ട, സ്തോത്രം, അതങ്ങ് ഓണാക്കി വെച്ചാൽ മതി. റീസലോ അങ്ങോട്ടും ഇങ്ങോട്ടും വരെ നടക്കാം. ഇവർക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. സ്തോത്രം. ഞാൻ ഇരിക്കുന്നത് ദൈവസന്നിധിയാന്ന് പറഞ്ഞ് എത്ര പേര് ഇരിക്കുന്നുണ്ട് അതിന്റെ ഫ്രണ്ടിൽ? സ്തോത്രം. അച്ഛനും ചൂണ്ടിയിട്ട് അമ്മമ്മ ഭാര്യയെ ചൂണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് ഇരിക്കുന്നതാണ് 100%. 99%. അതിനകത്ത് 1% ഉള്ളതായിരിക്കും ദൈവത്തെ ഭയപ്പെട്ടിരിക്കുന്നത്. പാസ്റ്റ് ഉൾപ്പെടെ എനിക്ക് ക്യാമറ ഓഫ് ആക്കിയിട്ട് ഭാര്യയെ കണ്ണ് കാണിച്ചിട്ട് പിന്നെയും ക്യാമറ ഓണാണ്. ഇപ്പൊ പറയാനും എളുപ്പോ എന്തുവാ? നെറ്റ് പോയതാണെന്ന് തോന്നുന്നു, സ്ലോ ആയതുകൊണ്ടായിരുന്നു. ഈ സ്ലോ ആവുന്നതും നീ ഇരിക്കുന്നതും നീ നടക്കുന്നതും നീ ചെയ്യുന്നതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ക്യാമറയുണ്ട്. ആ ക്യാമറ നിനക്ക് മറക്കാൻ പറ്റത്തില്ല. ആ ക്യാമറ നസ്രയനായ യേശു എന്ന് പറഞ്ഞാൽ യേശുവിനെ മറച്ചൊരു പാവവും നിനക്ക് ചെയ്യാൻ പറ്റില്ല. നിനക്ക് മനുഷ്യനെ മറയ്ക്കാം, സഭയെ മറയ്ക്കാം, വിശ്വാസിയെ മറയ്ക്കാം, പാസ്റ്ററെ മറയ്ക്കാം, പക്ഷെ ദൈവത്തെ മറച്ച് നിനക്ക് ഒന്നും ചെയ്യുവാൻ കഴിയും. എന്ന് പറഞ്ഞാൽ നിനക്ക് അടി കിട്ടുന്നത് കിട്ടിയിരിക്കും. അടി കിട്ടേണ്ടവര് കിട്ടിയിരിക്കും. നിനക്ക് പലരെയും മണ്ടനാക്കാം, പക്ഷെ യേശുവിനെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, മണ്ടനാക്കുവാൻ കഴിയത്തില്ല. ഇന്ന് പ്രിയ മക്കളെ, ചിലതെല്ലാം ഏറ്റെടുത്ത് ഞാനിപ്പോ ഓക്കെയാന്ന് പറഞ്ഞ് ഈ കെട്ടുപാട്ട് അങ്ങോട്ട് പോയിട്ട് ഈ കെട്ടെല്ലാം പൊട്ടിയിട്ട് ദേഹത്ത് വന്ന് വീഴുന്നത് പോലെ ചിലത് നിന്റെ പ്രവർത്തിക്കനുസരിച്ചാണ് നിന്നെ ദൈവം അടിച്ചുകൊണ്ടിരിക്കുന്നത്. കാര്യം എന്തുവാ? നീ ചെയ്യേണ്ടതേ ചെയ്യാവൂ. കാര്യം നീ യേശുവിന്റെ പൈതലാണ്. നീ മറ്റുള്ളവന്റെ മുഖസ്തുതിക്ക് വേണ്ടി പോകേണ്ടവനല്ല, മറ്റുള്ളവനെ സ്തുതിക്കുവാനുള്ളവനല്ല, മറ്റുള്ളവനെ പൊക്കി പറയുവാനുള്ളത്. നിനക്ക് പൊക്കി പറയുവാനും സ്തുതിക്കുവാനും ഒറ്റ ഒരാളേ ഉള്ളൂ, അത് നസറനായ യേശു. ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറുണ്ട്, സ്തോത്രം, ഒരാൾ കൊണ്ടുവന്ന് ദശാംശം തന്നെന്ന് അയാളെ സ്തുതിക്കുവല്ല ഞാൻ ചെയ്തത്. ഇത് വെറും നിമിത്തമായതേ ഉള്ളൂ. അദ്ദേഹം ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഒരു കർത്താവുണ്ട്. ആ കർത്താവിനെ ഞാൻ മഹത്വം കൊടുക്കുന്നത്, ആ കർത്താവിനെ ഞാൻ സ്തുതിക്കുന്നത്. കാര്യം എന്തുവാ? ഇന്ന് ദേഹം വന്നു, നാളെ ദേഹം ഇല്ലെങ്കിൽ കിട്ടുമോ? ഈ ലോകത്തുനിന്ന് അദ്ദേഹം മാറ്റപ്പെട്ടു പോയി, അതല്ലെങ്കിൽ സഭയിൽ നിന്ന് അദ്ദേഹം പോയി, സഭയ്ക്ക് പറയാനുണ്ടോ? പക്ഷെ അന്ന് ദൈവത്തിന് അറിയാം ഇന്നും തരുവാ. അപ്പൊ ആരെ മുഖ്യസ്ഥാനം കൊടുത്താൽ മതി? അതുകൊണ്ടാ പ്രിയ മക്കളെ, ഞാൻ മനുഷ്യർക്കല്ല മുഖ്യസ്ഥാനം കൊടുക്കുന്നത്. ആർക്കാ കൊടുക്കുന്നത്? കർത്താവിനെ. കാര്യം എന്തുവാ? സഭ ദൈവത്തിന്റെയാ. സഭയിലെ ഓരോ ദൈവജനവും ദൈവത്തിന്റെയാ. ഞാൻ ദൈവത്തിന്റെയാ. അപ്പൊ ഞാൻ ആർക്ക് നീതിയായ മതി? ദൈവസഭ നീതിയാൽ മതി. ദൈവമായി എന്നെ നോക്കേണ്ടത്, അല്ലയോ? സ്വന്തം ദൈവമക്കളെ എന്തിനാ നോക്കണേ? സഭയ്ക്ക് കീഴ്പ്പെടണം, സഭയെ അനുസരിക്കണം, സഭയുടെ ഒപ്പം നിൽക്കണം. എങ്കിൽ മാത്രമേ ദൈവം അനുഗ്രഹിക്കത്തുള്ളൂ. കാര്യം എന്തുവാ? ദൈവം ആ സഭയ്ക്കകത്ത് കൊണ്ട് കൂട്ടിച്ചേർത്തത്. അപ്പൊ സഭയെ എന്ത് ചെയ്യണം? ഭയപ്പെടണം, അല്ലയോ? സഭയെ ഭയപ്പെടണം, സഭയെ ഭയപ്പെടണം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ദൈവത്തിന്റെ വചനം പറയുന്നു, ആ ദൂതന്മാർ അവരോട് പറഞ്ഞു. എന്ത് പറഞ്ഞു? നിങ്ങളോട് പറഞ്ഞിട്ടില്ലയോ ഇന്ന സ്ഥലത്തിരുന്ന് ഇന്ന സമയത്തെല്ലാം നിങ്ങളോട് ദൈവത്തിന്റെ ദൂത് പറഞ്ഞില്ലയോ?
അങ്ങനെ ദൂത് നിങ്ങൾ കേട്ട് അനുസരിച്ചവരാണെങ്കിൽ ഒരിക്കലും എന്ത് ചെയ്യണ്ട, കല്ലറ വരെ വരണ്ടായിരുന്നു. ഇത് ചെന്ന് ഈ ദൈവത്തിന്റെ ദൂതനെ കണ്ടതും ഈ വർത്തമാനങ്ങൾ മുഴുവനും ചെന്ന് സഹോദരിമാർ എന്ത് ചെയ്തു, അപ്പോസ്തലന്മാരോട് പറഞ്ഞപ്പോ അപ്പോസ്തലന്മാർ ഇതൊരു കെട്ടുകഥ പോലെ കേട്ടോണ്ടിരിക്കുക. ഇന്ന് പ്രിയ മക്കളെ, ദൈവത്തിന്റെ ദൂതും ദൈവത്തിന്റെ വചനങ്ങളും പല ദൈവമക്കളോടും പറയുമ്പോഴും ഇന്ന് പല ദൈവമക്കളും എന്ത് ചെയ്യുക, കെട്ടുകഥയെ പോലെ ഇരിക്കുക. കാര്യം എന്തുവാ, ഞങ്ങൾക്ക് കുറെ അറിയാം, ഞാൻ സ്തോത്രം അല്ലെങ്കിൽ ഈ സ്തോത്രം ഇതൊന്നും അല്ല, ഇങ്ങനൊന്നും അല്ല എന്നെല്ലാം പറഞ്ഞ് കെട്ടുകഥയെ പോലെ ഇരിക്കുക. അതുകൊണ്ട് നിന്റെ കുടുംബത്തിൽ യഥാർത്ഥ വിടുതൽ പ്രാപിക്കാൻ കഴിയാത്തത്. കെട്ടുകഥയല്ല. അയ്യോ ആ ദൂത് എനിക്ക് ഓർമ്മയുണ്ട്, ആ ദൂതിനായി ഞാൻ മാറാൻ പോവാ, അയ്യോ ഞാൻ ഒന്നും പിന്മാറിപ്പോയി, പക്ഷെ ഞാൻ ദൂതിലേക്ക് മടങ്ങി വരാൻ പോവാ എന്ന് പറഞ്ഞ് ദൂതിന് വേണ്ടി കാത്തിരുന്ന ദൈവത്തിന് മഹത്വം കൊടുക്കുന്നവരെ ആർക്ക് വേണ്ടത്, ദൈവത്തിന് വേണ്ടത്. അല്ലാതെ ആ ദൂത് കേൾക്കുമ്പോഴും ഇത് നടക്കുന്ന കാര്യമൊന്നും നേരത്തെ ഞാൻ കേട്ടതാ പോയി. ഇന്ന് എനിക്ക് പലതും അറിയാം. പല കുടുംബത്തെ കുറിച്ചും ദൈവത്തിന്റെ ദൂതുകളും ആലോചനകളും പറഞ്ഞു. ഇന്ന് ചിലരുടെ കുടുംബത്തിനകത്ത് അതൊരു കെട്ടുകഥയെ പോലെ ഇരിക്കുക. ഇന്നും അത് പറയുമ്പോഴും അവർക്കൊരു കെട്ടുകഥയെ പോലെ അവർ കേട്ടോണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് അവരുടെ ജീവിതത്തിനകത്ത് വിടുതൽ കിട്ടാത്തത്. പക്ഷേ ദൂത് കേട്ട് ദൂതിനെ ആത്മാർത്ഥമായി ഏറ്റെടുത്ത് ദൂതിന് വില കൊടുക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ ദൈവം എന്ത് ചെയ്യാൻ തുടങ്ങി, അനുഗ്രഹിക്കാൻ തുടങ്ങി. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു, ദൈവം തന്നൊരു മുതല് അത് ദൈവത്തിന് വേണ്ടി കൊടുക്കാൻ, അതിന്റെ ഓഹരി ദൈവത്തിന് വേണ്ടി കൊടുക്കാൻ നീ തയ്യാറായില്ലെങ്കിൽ ദൈവത്തിന് എങ്ങനെ അനുഗ്രഹിക്കാൻ തോന്നും? ഇവിടെ പോലും നിനക്ക് വിശ്വസ്തതയില്ലെങ്കിൽ ആർക്ക് അനുഗ്രഹിക്കാൻ പറ്റുമോ? ദൈവത്തിന് അനുഗ്രഹിക്കാൻ പറ്റുമോ? ദൈവത്തിന് വേണ്ടി അതൊരു സമർപ്പണമാണ്. അവിടെ പിടിച്ചാൽ എവിടെ ദൈവം പിടിക്കും? നിന്നെ ആര് പിടിക്കും? ദൈവം പിടിച്ചു. അത് നിനക്ക് നഷ്ടത്തിലേക്ക്. അടുത്ത വാക്യം പെട്ടെന്ന് വായിക്കാം. ഈ വാക്ക് അവർക്ക് വെറും കഥ പോലെ തോന്നി, അവരെ വിശ്വസിച്ചില്ല. എന്നാൽ പത്രോസ് എഴുന്നേറ്റ് കല്ലറയ്ക്ക് ഓടിച്ചെന്ന് കുനിഞ്ഞു നോക്കി. കണ്ടോ, ഒരാൾക്ക് കുറ്റബോധം വന്നു, ഒരാൾക്ക് എന്ത് ചെയ്തു, അവര് കെട്ടുബോധം പോലെ. ഇതാ ദൈവമക്കളെ, ദൈവവചനം ദൂതും കേട്ട ദൈവമക്കൾക്ക് എന്തുണ്ടാവണം? ചിലതിൽ മേൽ കുറ്റബോധം ഉണ്ടാവണം, ചിലതിൽ മാറാൻ തയ്യാറാവണം, ചിലതിൽ ഒരുക്കപ്പെടാൻ തയ്യാറാവണം, ചിലവരിൽ മേൽ ശക്തിപ്പെടാൻ തയ്യാറാവണം. എന്ത് ചെയ്യണം? പത്രോസ് എന്ത് ചെയ്തു? നേരെ ഇതൊന്നും നോക്കാതെ എന്ത് ചെയ്തു? നേരെ കല്ലറയ്ക്കൽ ഓടി. ഇങ്ങനെ ദൂതന്മാരെ കണ്ടോ, ഇത് കേട്ടോ, സ്തോത്രം. ഇവിടെ ഇരുന്നാ പോരാ, അവൻ എന്ത് ചെയ്തു? നേരെ കല്ലറയിലേക്ക് ഓടി. അടുത്തത് തുണി മാത്രം കണ്ടു, സംഭവിച്ചതെന്ന് ആശ്ചര്യപ്പെട്ട് മടങ്ങിപ്പോന്നു. അന്ന് തന്നെ അവര് രണ്ടുപേർ യെരൂശലേമിൽ നിന്ന് 7 നാഴിക ദൂരമുള്ള എമ്മൗസ് എന്ന ഗ്രാമത്തിലേക്ക് പോകുകയും ഈ സംഭവിച്ചതിനെ കുറിച്ചൊക്കെയും തമ്മിൽ സംസാരിച്ചുകൊണ്ടിരുന്നു. സംസാരിച്ചും തർക്കിച്ചു കൊണ്ടിരിക്കുമ്പോൾ യേശു താനും അടുത്ത് ചെന്ന് അവരോട് ചേർന്ന് നടന്നു. അവനെ അറിയാതെ വണ്ണം അവരുടെ കണ്ണ് നിരോധിച്ചിരുന്നു. കണ്ടോ, സ്തോത്രം. കർത്താവ് അവർക്ക് വെളിപ്പെടുത്തി. ദൂത് എന്ത് ചെയ്യണം? കർത്താവിന് ഒരു ദൂത് പറഞ്ഞാൽ ദൂതിലേക്ക് അവർ വരുന്നവരെയും കർത്താവ് എന്ത് ചെയ്യും? നമ്മളെ ആത്മാർത്ഥമായി സ്നേഹിക്കും. അതാ കർത്താവ് വീണ്ടും അവരെ ശിക്ഷിക്കുകയോ കൈവിടുകയോ അല്ല ചെയ്തത്. അവരുടെ അടുത്തോട്ട് എന്ത് ചെയ്തു? ആ ദൂതിനെ ഒന്ന് വെളിപ്പെടുത്തിക്കൊണ്ടു. കാര്യം എന്തുവാ? ദൂത് അവർക്ക് വെളിപ്പെടാത്തതുകൊണ്ടാണ് അവർക്ക് ഒരിക്കലും ആരുടെത്തേക്ക് വരാത്തത്, ദൈവത്തിലേക്ക് വരാത്തത്. ദൈവത്തിന് അത് മനസ്സിലായി. സ്തോത്രം. ഇതേപോലെ പ്രിയ മക്കളെ, നമുക്ക് എത്ര വട്ടം ദൂത് മനസ്സിലാക്കി തരാൻ വേണ്ടി കർത്താവ് വന്നു, എത്ര വട്ടം കർത്താവ് വെളിപ്പെടുത്തി തന്നു. സ്തോത്രം. പലരും വഴി അത് ദൈവം ഒരുക്കി തന്നു. പക്ഷെ അതിനെ ഒന്നും മനസ്സിലാക്കാതെ വീണ്ടും നമ്മൾ എവിടേക്ക് പോവുക? ദൂതിന് വിപരീതമായുള്ള കാര്യത്തിലേക്ക് പോവുക. ദൈവത്തിന് നമ്മളെ അനുഗ്രഹിക്കാൻ പറ്റും. ഇന്ന് പകല് ഈ ദൈവത്തിന്റെ വചനം കേൾക്കുന്ന ദൈവമക്കളെ, ഇന്ന് ദൂതിന്റെ ഫ്രണ്ടിൽ സറണ്ടർ ആവും. എന്നെ കുറിച്ച് ദൈവം ഒരു ദൂത് പറഞ്ഞിട്ടുണ്ട്, എന്നെ കുറിച്ച് ഒരു വാക്തത്വം പറഞ്ഞിട്ടുണ്ട്. ആ വാക്തത്വം ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, മാറിപ്പോകും. ഞാൻ ആ ദൂതിലേക്ക് മാറേണ്ട രീതിയിൽ എന്റെ ജീവിതത്തിനകത്ത് എന്തെങ്കിലും ബലഹീനം ഉണ്ടെങ്കിൽ ഇന്ന് പകല് എന്റെ ആ ബലഹീനം ദൈവം മാറ്റണം. ആ ദൂത് എന്റെ കുടുംബത്തിൽ ലഭിച്ചേ മതിയാവും, എനിക്ക് ലഭിച്ചേ മതിയാവും, ഞാനും എന്റെ കുടുംബം അത് അനുഭവിച്ചേ മതിയാവും. ആ ദൂത് എനിക്ക് തന്നേ മതിയാവും. കർത്താവേ, ആ ബലഹീനകൾ, അതിനെതിരെ നിൽക്കുന്ന ബലഹീനകൾ ഇന്ന് പകല് പൂർണ്ണമായി അഴിഞ്ഞു മാറട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് മാറാൻ തയ്യാറുള്ള ദൈവജനത്തോടുള്ള ദൈവത്തിന്റെ പരിശുദ്ധാത്മ പറയുന്നു, നിശ്ചയമായി ഈ 2021 തീരുന്ന മുമ്പേ നിന്റെ മേൽ ദൈവത്തിന്റെ ദൂത് നിവർത്തിയാവും. അതിനൊരു മാറ്റവുമില്ല. നിശ്ചയമായി നിന്റെ കുടുംബത്തിനകത്ത് ദൈവത്തിന്റെ ദൂത് മാറും. നീ ദൈവത്തിന്റെ ദൂതിന് പ്രകാരം മാറട്ടെ. നിന്നെ തന്നെ താഴ്ത്ത്. നിന്റെ ചില പിടിവാശികളെല്ലാം ഒന്ന് മാറട്ടെ. ദൈവസ്ഥാനി നിന്നെ തന്നെ ഒന്ന് ഉടയ്ക്കട്ടെ. ദൈവസ്ഥാനി നിന്നെ തന്നെ ഒന്നുകൂടെ കഴുക്, ശുദ്ധീകരിക്ക്. എങ്കിൽ ദൈവത്തിന്റെ ദൂത് വിളിച്ചു പറയുന്നു, നിശ്ചയമായി ഈ 2021 തീരുന്ന മുമ്പേ നിന്റെ കുടുംബത്തിനകത്ത് ആ ദൂത് നിവർത്തിയാവും. നീ ആ ദൂതിനകത്ത് പുറത്തു വരും. ആ ദൂത് അനുഭവിച്ചുകൊണ്ട് പുറത്തു വരും. ആ ദൂതിനെ ദേവോഷത്തോട് ദൈവത്തിന് നന്ദി പറയും. ആ രീതിയിൽ ദൈവം നിന്റെ കുടുംബത്തെ അനുഗ്രഹിക്കുമെന്ന് ഇന്ന് പകല് ദൈവത്തിന്റെ ദൂത് വിളിച്ചു പറയും. അടുത്ത വാക്യം. അവൻ അവരോട്, നിങ്ങൾ
വഴി നടന്ന് തമ്മിൽ വാദിക്കുന്ന ഈ കാര്യം എന്താണെന്ന് ചോദിച്ചു. അവർ മാടിയ മുഖത്തോടെ നിന്നു. ക്ലെയോപ്പാവ് എന്ന് പേരുള്ള ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്നവരാണ് അവര്. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? അവർക്ക് എപ്പോഴും ഈ ചിന്തയാ കിടക്കുന്നത്. എവിടാ? ദൈവസേനയിൽ വന്നിരിക്കുന്ന, ദൈവവുമായി സംസാരിച്ച്, അല്ലെങ്കിൽ ദൈവം പറഞ്ഞ ദൂതുകൾ, അല്ലെങ്കിൽ രാവിലെ സഹോദരിമാര് പറഞ്ഞ സാക്ഷ്യങ്ങൾ, ഇതെല്ലാം ഉള്ള ചിന്തയാണ് അവരുടെ ഉള്ളത്തിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോഴും ദൈവസേനയിൽ ഇരിക്കുമ്പോൾ ദൈവത്തോടൊന്ന് കരയും, പ്രാർത്ഥിക്കും. ദൈവസേനയിൽ ഇരിക്കുമ്പോൾ ഭയത്തോണ്ടിരിക്കും. ഇരുന്ന് കഴിയുമ്പോൾ, എഴുന്നേറ്റ് കഴിയുമ്പോൾ മൊത്തം നമ്മളെ ചിന്തകൾ ലോകപരമായിട്ടുള്ളതാണ്. ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റൂ? ദൈവത്തിന് അടുക്കാൻ പറ്റൂ? ദൈവത്തിന് അടുത്ത് വരാൻ പറ്റൂ? നീ ഒന്ന് ദൈവീയമായി ചിന്തിക്കുക. കർത്താവ് ഈ ലോകത്ത് ഇതെല്ലാം വരുന്നു. ഞാൻ ദൈവമല്ല, എന്നെ കർത്താവ് തെരഞ്ഞെടുത്തത് കൊണ്ടാണ് എനിക്ക് ഈ ഭാഗ്യം ലഭിച്ചത്. കർത്താവ് എന്റെ മേലുള്ള ദൂത് എത്ര വലുതാ. ലോകത്തിൽ എന്തൊക്കെ വന്നാലും ദൈവത്തിന്റെ വചനം പറഞ്ഞു, കടല് മാറിപ്പോവാം, ആകാശം മാറിപ്പോവാം, ഭൂമി മാറിപ്പോവാം, ഈ കാണുന്നതെല്ലാം മാറിപ്പോവാം, പക്ഷെ ദൈവത്തിന്റെ വചനം വള്ളി പുള്ളി തെറ്റിക്കുവാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞ ആ ദൂതിനെ ഞാൻ ഏറ്റെടുക്കുന്നു. ആ ദൂത് എന്റെ ജീവിതത്തിനകത്ത് നിവർത്തിയാവും എന്ന് നീ ഒന്ന് വിശ്വസിച്ചു നോക്ക്. ദൈവം നീ അത്ഭുതം. അടുത്ത വാക്യം പെട്ടെന്ന് വായിക്കാം. ക്ലെയോപ്പാവ് എന്ന് പേരുള്ളവൻ യെരൂശലേമിലെ പരദേശികളിൽ നീ മാത്രം ഈ നാളുകളിൽ അവിടെ സംഭവിച്ച കാര്യം അറിയാതിരിക്കുന്നു. കർത്താവിനെ അവരോട് എരിവ് തോന്നി. കാര്യം എന്തുവാ? അവര് സംഭവിച്ച കാര്യങ്ങളോട് ഒരു എരിവുള്ളവര്. സ്തോത്രം. കർത്താവിന് അവരോട് സംസാരിക്കാൻ വീണ്ടും താല്പര്യമായി. അടുത്ത വാക്യം. ഏതെന്ന് അവൻ അവരോട് ചോദിച്ചതിന് അവർ അവനോട് പറഞ്ഞത്, ദൈവത്തിനും സകല ജനത്തിനും മുമ്പാകെ പ്രവൃത്തിയിലും വാക്കിലും ശക്തിയുള്ള പ്രവാചകനായിരുന്ന നസറേയനായ യേശുവിനെ കുറിച്ച് ഉള്ളത് തന്നെ. നമ്മുടെ മഹാപുരോഹിതന്മാരും പ്രമാണികളും അവനെ മരണവിധിക്ക് ഏൽപ്പിച്ച് ക്രൂശിച്ചു. ഞങ്ങളോ അവൻ ഇസ്രായേലിന്റെ വീണ്ടെടുക്കാനുള്ളവനെന്ന് ആശിച്ചിരുന്നു. പറയുക, ഇസ്രായേലിന്റെ വീണ്ടെടുപ്പുകാരനാണെന്ന് ഞങ്ങൾ ആശിച്ചിരുന്നു. കാര്യം എന്തുവാ? അവൻ ക്രൂശിക്കുന്ന മുമ്പേ അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടതാ. അവനോടൊപ്പം നടന്നതാ. പല അത്ഭുതങ്ങൾക്ക് സാക്ഷിയുള്ളവരാ. പറയുക, ക്രൂശിക്കുന്നവരെ അവരെന്ത് ചെയ്തു? അവർക്ക് ഭയങ്കര വിശ്വാസമായിരുന്നു യേശുവിന്റെ വാക്ക്. ക്രൂശിക്കപ്പെട്ടപ്പോ യേശുവിന്റെ വാക്കിൽ നിന്ന് പെതുക്കെ പിന്മാറാൻ തുടങ്ങി. ഇന്ന് പ്രിയ നമുക്ക് ദൈവസന്നിധിയിൽ ഞാൻ വന്നു. വലിയ പ്രതികൂലത്തിൽ നിന്നും വലിയ പ്രതിസന്ധിയിൽ നിന്നും എന്റെ ദൈവം അത്ഭുതം ചെയ്ത് എന്നെ കൊണ്ടുവന്നേ. പക്ഷെ ദൈവസന്നിധി വന്നു കഴിഞ്ഞപ്പോ പിന്നെ ചില പ്രതികൂലം വന്നപ്പോ എനിക്ക് ഭയങ്കര സംശയം. ഇതാണ് ദൈവമക്കളുടെ പ്രശ്നം. നമ്മളെല്ലാം വന്നത് വലിയ അത്ഭുതത്താലും അടയാളത്താലും യേശുവിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്ന രീതിയിലുള്ള ദൈവത്തിന്റെ വൻ കാര്യങ്ങൾ കണ്ടാണ് നമ്മളെല്ലാവരും വന്നത്. പക്ഷെ ദൈവസ്ഥാനി വന്നു കഴിഞ്ഞപ്പോൾ അത്ഭുതമല്ല അനുഭവിച്ചവരാ. വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ കഴിഞ്ഞ ആഴ്ച നിങ്ങളോട് പറഞ്ഞതുപോലെ, സ്തോത്രം, നമ്മൾ പ്രാർത്ഥിച്ച് ഒരു വിഷയത്തിനകത്ത് വിടുതൽ നൽകി. നമ്മൾ ദൈവസ്ഥാനിയെ വന്ന് ദൈവത്തിന് നന്ദി പറഞ്ഞോണ്ടിരിക്കും. അങ്ങനെ അങ്ങോട്ട് ജീവിക്കുമ്പോൾ ഇതിലും വലിയൊരു വിഷയം വന്നു. ഈ വിഷയം വരുമ്പോൾ നമ്മൾ പതറി പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പുറകുറുത്ത് കഴിഞ്ഞാൽ പോയി. കാര്യം എന്തുവാ? നേരത്തെ നമുക്ക് കിട്ടിയ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. എന്തുവാ? ഇതിലും ഒരു വിഷയം ഉണ്ടായിരുന്നു, ആ വിഷയത്തിനകത്ത് പാർശ്വം മറുപടി കിട്ടി. എങ്കിൽ ഈ വലിയ വിഷയത്തിനകത്ത് എന്തുണ്ട്? ഞാൻ പ്രാർത്ഥിക്കും, എനിക്ക് മറുപടി ഉണ്ടാവും എന്ന് പറഞ്ഞ് നിൽക്കുന്നവനെ മാത്രമേ ദൈവത്തിന് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? അനുഗ്രഹിക്കുവാൻ കഴിയത്തുള്ളൂ. അവന്മേൽ മാത്രമേ ദൈവത്തിന് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? വിടുതൽ നൽകുവാൻ കഴിയത്തുള്ളൂ. അടുത്ത വാക്യം. അത്രയുമല്ല, ഇത് സംഭവിച്ചിട്ട് ഇത് 3-ാം നാളാകുന്നു. ഞങ്ങളുടെ കൂട്ടത്തിൽ ചില സ്ത്രീകൾ രാവിലെ കല്ലറയ്ക്കൽ പോയി അവന്റെ ശരീരം കാണാതെ മടങ്ങി വന്ന് അവൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ദൂതന്മാരുടെ ദർശനം കണ്ടു എന്ന് പറഞ്ഞു ഞങ്ങളെ പ്രേരിപ്പിച്ചു. ഞങ്ങളുടെ കൂട്ടത്തിൽ ചിലർ കല്ലറയ്ക്കൽ ചെന്ന് സ്ത്രീകൾ പറഞ്ഞതുപോലെ തന്നെ കണ്ടു. അവനെ കണ്ടില്ലാതാനും. അവൻ അവരോട്, അയ്യോ ബുദ്ധിഹീനരെ, പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നതെല്ലാം. യേശു പറയുക, അല്ലയോ ബുദ്ധിഹീനരെ, പ്രവാചകന്മാർ പറഞ്ഞ ദൂതിനെ നിങ്ങൾ കീഴ്പ്പെടാതെ, അതിനെ ഏറ്റെടുക്കാതെ എങ്ങനെ ദൈവത്തിന്റെ ദൂത് നിന്റെ ജീവിതത്തിനകത്ത് നിവൃത്തിയാവും? ദൈവത്തിന്റെ ദൂതും വചനവും നിന്റെ ജീവിതത്തിനകത്ത് നിവൃത്തിയാവണം. എന്ത് ചെയ്യണം? പ്രവാചകന്മാര് പറഞ്ഞ ദൂതിനെ നീ ഏറ്റെടുക്കണം. ദൂതിനെ ഏറ്റെടുക്കണം. ആ ദൂതിനെ ഏറ്റെടുത്താൽ മാത്രമേ ആ ദൂതിന്മേൽ ആർക്ക് പ്രവർത്തിക്കാൻ പറ്റത്തുള്ളൂ? ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയത്തുള്ളൂ. അടുത്ത വാക്യം. പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നതെല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ ക്രിസ്തു ഇങ്ങനെ കഷ്ടം അനുഭവിച്ചിട്ട് തന്റെ മഹത്വത്തിൽ കടക്കേണ്ടതല്ലയോ എന്ന് പറഞ്ഞു. മോശ തുടങ്ങി സകല പ്രവാചകന്മാരിൽ നിന്നും. കണ്ടില്ലയോ? ദൈവത്തിന്റെ വചനം പറയുക, പ്രവാചകന്മാര് പറഞ്ഞ ദൈവത്തിന്റെ ദൂതിനെ നീ ഏറ്റെടുക്കാത്ത കാലത്തോളം നിന്റെ പേര് മന്ദബുദ്ധിയാണ്. സ്തോത്രം. എനിക്ക് ഭയങ്കര സന്തോഷം. ദൂത് പറഞ്ഞിട്ട് ആരും ഏറ്റെടുത്തില്ലെങ്കിൽ നമുക്ക് കാണാം അവരുടെ പേരെന്തുവാ? മന്ദബുദ്ധിയ. ദൂത് പറഞ്ഞ് ഏറ്റെടുക്കുന്നവൻ മാത്രം ആർക്കുള്ളത്? ദൈവത്തിനുള്ള ബുദ്ധിമാൻ. പറയുക, മോശ മുതൽ പറഞ്ഞിരിക്കുന്ന വചനങ്ങളെ ശ്രദ്ധിക്കുന്നില്ല. ക്രിസ്തു വരുമെന്നും ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി പാപപരിഹാരത്തിന് വേണ്ടി നിങ്ങളെ പാപം സകലതും വഹിച്ച് കാൽവരി ക്രൂശിൽ മരിക്കുമെന്നും 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുമെന്നും നിങ്ങളെ ചേർത്തുകൊള്ളുവാൻ
മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് ദൈവത്തിന്റെ വലത്തുഭാഗത്തിരുന്ന് നിങ്ങൾക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുമെന്ന് ക്രിസ്തുവിനെ കുറിച്ചുള്ള ദൂത് മോശ മുതൽ പ്രവചിച്ചിട്ടുള്ളതാണ്. നിങ്ങൾക്ക് ഓർമ്മയില്ലയോ? അടുത്തത് സകല പ്രവാചകന്മാരിൽ നിന്നും എല്ലാ തിരുവെഴുത്തുകളിലും തന്നെ കുറിച്ചുള്ളത് അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. അവർ പോകുന്ന ഗ്രാമത്തോട് അടുത്തപ്പോൾ അവർ മുമ്പോട്ട് പോകുന്ന ഭാവം കാണിച്ചു. അവരോ ഞങ്ങളോടുകൂടെ പാർക്കാം, നേരം വൈകി അസ്തമിപ്പാറായല്ലോ എന്ന് പറഞ്ഞ് അവനെ നിർബന്ധിച്ചു. അവൻ അവരോടുകൂടെ പാർപ്പാൻ ചെന്നു. അവരുമായി ഭക്ഷണത്തിനിരിക്കുമ്പോൾ അവൻ അപ്പം എടുത്ത് അനുഗ്രഹിച്ച് നുറുക്കി അവർക്ക് കൊടുത്തു. ഉടനെ അവരുടെ കണ്ണ് തുറന്ന് അവർ അവനെ അറിഞ്ഞു. അവൻ അവർക്ക് അപ്രത്യക്ഷനായി. അവൻ വഴിയിൽ നമ്മോട് സംസാരിച്ച് തിരുവെഴുത്തുകളെ തെളിയിക്കുമ്പോൾ നമ്മുടെ ഹൃദയം നമ്മുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരുന്നില്ലയോ എന്ന് അവർ തമ്മിൽ തമ്മിൽ നിങ്ങളെ കുറിച്ചുള്ള പാപത്തെ നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരുമ്പോ ആ പാപത്തിനകത്ത് കുറ്റബോധവും ഒരു പശ്ചാത്താപവും ഉണ്ടെങ്കിൽ നിങ്ങൾ പാപിമാരെ കാര്യം എന്തുവാ? പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുക. അപ്പോഴും നിങ്ങളെ മേൽ എന്തുണ്ട്? പരിശുദ്ധാത്മാവ്. സ്തോത്രം. അടുത്തത് ആ നാഴികയിൽ തന്നെ അവർ എഴുന്നേറ്റ് യെരൂശലേമിലേക്ക് മടങ്ങിപ്പോന്നു. കണ്ടോ? സ്തോത്രം. ആ നാഴിക തന്നെ അവരെല്ലാം അവിടുന്ന് എഴുന്നേറ്റ് യെരൂശലേമിലേക്ക് എന്ത് ചെയ്തു? മടങ്ങി വന്നു. സ്തോത്രം. അടുത്തത് കർത്താവ് വാസ്തവമായി ഉയർത്തെഴുന്നേറ്റ് ശീമോന് പ്രത്യക്ഷനായെന്ന് കൂടിയിരുന്ന് പറയുന്ന 11 പേരെയും കൂടെയുള്ളവരെയും കണ്ടു. വഴിയിൽ സംഭവിച്ചതും അവൻ അപ്പം നുറുക്കുകയിൽ അവർക്ക് തങ്ങൾക്ക് അറിയാവുന്നതും അവർ വിവരിച്ചു പറഞ്ഞു. ഇങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ അവരുടെ നടുവിൽ നിന്ന് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു. കണ്ടോ? കർത്താവിനെ കുറിച്ചുള്ള സാക്ഷ്യം മറ്റുള്ളവരോട് വന്ന് പറഞ്ഞ് അവർ ഒന്നിച്ചു കൂടിയിരിക്കുമ്പോൾ കർത്താവ് അവിടെ വെളിപ്പെട്ടപ്പോഴും അവര് പറയുന്നത് എന്തുവാ? ഒരു ഭൂതം വന്നെന്നാ പറയുന്നത്. എന്ന് പറഞ്ഞാൽ ദൈവപ്രവൃത്തിയെ പറ്റി അപ്പോഴും എന്ത് ചെയ്യുന്നില്ല, ചിലർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ദൈവമാണോ ചെയ്തത്, പിശാചാണോ ചെയ്യുന്നത് തിരിച്ചറിയാൻ പറ്റുന്നില്ല. ദൈവപൈതലെ നിന്റെ ജീവിതത്തിനകത്ത് നിന്റെ മേൽ അവകാശം ആർക്കേ ഉള്ളൂ? നസറനായ യേശുവിന് മാത്രമേ ഉള്ളൂ. ഇന്ന് പകലൊന്ന് തിരിച്ചറിയ്, നിന്നെ ഭരിക്കുന്നതാരാ? കർത്താവായ യേശു. സ്തോത്രം. അത് തിരിച്ചറിയാത്തത് കൊണ്ടാണ് ദൈവത്തിന്റെ മഹത്വം അനുഗ്രഹം ആർക്ക് പ്രാപിക്കാൻ പറ്റാത്തത്? നമുക്ക് പ്രാപിക്കാൻ പറ്റാം. അടുത്ത വാക്യം വായിക്കാം. നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു. അവർ ഞെട്ടി ഭയപ്പെട്ടു. ഒരു ഭൂതത്തെ കാണുന്നുവെന്ന് അവർക്ക് തോന്നി. സ്തോത്രം. ഇതേ തന്നെയായിരുന്നു ഒരു ദിവസം കടലിന്റെ മേളിൽ കൂടെ യേശു കടന്നു വന്നപ്പോഴും ഇവർക്ക് കണ്ടത്. ഇതുവരെ ദൈവപ്രവൃത്തി എന്തെന്നും ലോകപ്രവൃത്തി എന്തെന്നും അല്ലെ പിശാചിന്റെ പ്ലാൻ എന്തെന്നും തിരിച്ചറിയ ദൈവമക്കളെ, ഞാൻ ആരുടെയാ? ദൈവത്തിന്റെ. അടുത്തത് അവൻ അവരോട് നിങ്ങൾ കലങ്ങുന്നതെന്ത്? നിങ്ങളുടെ ഹൃദയത്തിൽ സംശയം പോകുന്നതുമെന്ത്? ഞാൻ തന്നെ ആകുന്നുവെന്ന് എന്റെ കൈയും കാലും നോക്കി അറിവി, എന്നെ തൊട്ട് നോക്കുവി. എന്നിൽ കാണുന്നത് പോലെ ഭൂതത്തിന് മാംസവും അസ്ഥിയും ഇല്ലല്ലോ എന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ കൈയും കാലും അവരെ കാണിച്ചു. അവർ സന്തോഷത്താൽ വിശ്വസിക്കാതെ അതിശയിച്ചു നിൽക്കുമ്പോൾ അവരോട് തിന്നുവാൻ വല്ലതും ഇവിടെ നിങ്ങളുടെ പക്കലുണ്ടോ? ഇത്രയെല്ലാം ദൈവം ഇറങ്ങി വന്ന അത്ഭുതങ്ങൾ കാണിച്ചു. വിരൽ കൈയുടെ കാലിന്റെ മുറിവ് കാണിച്ചു. എന്നിട്ടൊന്നും അവർക്ക് അങ്ങോട്ട് വിശ്വാസം വരുന്നില്ല. പക്ഷെ സന്തോഷമുണ്ട്, അവർക്ക് വലിയൊരു അത്ഭുതമായിട്ട് കാണുന്നുണ്ട്. പക്ഷെ എന്ത് ചെയ്യുന്നില്ല? ഏറ്റെടുക്കുന്നില്ല. ചിലവരുടെ ഹൃദയം ഇതേപോലെ ദൈവസ്ഥനെ ഇരിക്കുന്നത്. നമ്മൾ ഓർക്ക് അവർ ഏറ്റെടുത്തായിരുന്നേ അവർ മാറിയാണ്. ഏറ്റെടുക്കാത്തതുകൊണ്ട് അവർക്ക് മാറാൻ പറ്റാത്തത്. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു. എന്ത് പറഞ്ഞു? സ്തോത്രം. ധനവാൻ പറഞ്ഞു, എന്റെ 5 സഹോദരന്മാരുണ്ട്, അവരിവിടേക്ക് വരാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? ഇവനെ ഒന്ന് അങ്ങോട്ട് നയിക്കണം. സ്തോത്രം. അവരപ്പോൾ വിശ്വസിച്ചു. പുതിയ നിയമത്തിനകത്ത് വിശ്വസിക്കാത്ത ജനത്തിലേക്ക് ആര് വന്നു? യേശു ഉയർത്തെഴുന്നേറ്റ് വന്നു. സ്തോത്രം. അവിടുത്തെ ആ വിടവ് അവിടെ തീർക്കുക. യേശു വന്നു. യേശു വന്നിട്ട് ഇവർക്ക് എത്ര നാൾ പ്രത്യക്ഷപ്പെട്ടെന്നറിയാമോ? 40 ദിവസം ഇവർക്ക് പ്രത്യക്ഷപ്പെട്ടു. അപ്പോഴാണ് ഇവരുടെ വിശ്വാസം എന്ത് ചെയ്തത്? ഉറച്ചത്, ബലപ്പെട്ടത്. ഇന്ന് പ്രിയ മക്കളെ, അതേപോലെ ദൈവത്തിന്റെ ദൂത് തെറ്റിക്കുവാൻ വേണ്ടി പിശാച് പല പ്ലാനും കൊണ്ടുവരും. ദൂത് കേട്ട ദൈവജനത്തിന്റെ അടുത്ത് മാത്രമേ ആര് വരത്തുള്ളൂ? പിശാച് വരത്തുള്ളൂ, പ്രതികൂലം വരത്തുള്ളൂ, കഷ്ടങ്ങൾ വരത്തുള്ളൂ, നിന്ന വരത്തുള്ളൂ, അപമാനം വരത്തുള്ളൂ. പ്രിയ നിയമക്കളെ, അമ്മ ശൂന്യാവസ്ഥ വരത്തുള്ളൂ. നീ അവിടെ ഒന്നും പതറിപ്പോലെ. കാര്യം എന്തുവാ? ഇതെല്ലാം വന്നാലും ഞാൻ വീഴത്തില്ല. കാര്യം എന്റെ മേൽ കിടക്കുന്ന ദൂത് വലുതാണ്. കാര്യം എന്തുവാ? ആരെല്ലാം കൈവിട്ടാലും, ആരെല്ലാം ഉപേക്ഷിച്ചാലും, ആരെല്ലാം തള്ളിക്കളഞ്ഞാലും എന്നെ തള്ളിക്കളയാത്ത ഒരു കർത്താവുണ്ട്. കർത്താവ് എന്നോട് പറഞ്ഞ ദൂത് അതിലും വലുതാ, ഈ കഷ്ടത്തിനായിട്ടും വലുതാ. ആമി വലിയ സന്തോഷമാണ് എനിക്ക് ദൈവം തരാൻ പോകുന്ന ദൂത്. ആമി അതിലെ ഈ പ്രതികൂലത്തിന്റെ ഈ നിന്നയുടെ ഏറ്റവും എല്ലാം വലുതാ സന്തോഷമാണ് എന്റെ കർത്താവ് എനിക്ക് തരാൻ പോകുന്നത്. ആ ദൂത് എന്റെ ജീവിതത്തിൽ കിടക്കുന്ന കാലത്തോളം, ദൂത് എന്റെ മേൽ കിടക്കുന്ന കാലത്തോളം, ദൂത് എന്നെ ഭരിക്കുന്ന കാലത്തോളം ഒരു ശത്രുവായ പിശാചിനും എന്നെ എന്റെ കുടുംബത്തെ ബന്ധിക്കുവാൻ കഴിയത്തില്ലെന്ന് വിശ്വസിച്ച് ദൈവസ്ഥാനത്തിൽ നിൽക്കുന്ന ദൈവവൈതലിന് മാത്രമേ ദൈവത്തിന്റെ അനുഗ്രഹവും മഹത്വവും പ്രാപിക്കുവാൻ കഴിയത്തുള്ളൂ. ആമേൻ. അല്ലാതെ ഞാൻ അനുഭവിക്കുന്ന പ്രശ്നമാ വലുത്,
എന്റെ മേൽ പറഞ്ഞിരിക്കുന്ന ദൂതല്ല വലുത്, എന്റെ മേൽ പകർന്നിരിക്കുന്ന സന്തോഷമല്ല വലുത്. അതിലും വലുതാണ് ഞാനിപ്പോൾ അനുഭവിക്കുന്ന പ്രശ്നം, അല്ലെങ്കിൽ അനുഭവിക്കുന്ന രോഗങ്ങൾ, അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, അനുഭവിക്കുന്ന കടപ്പാടുകൾ, അനുഭവിക്കുന്ന സമാധാനക്കേട്, ഈ അനുഭവിക്കുന്ന ജോലിയില്ലായ്മ. ഇതാണ് വലുതെന്ന് നീ കാണുന്നുവെങ്കിൽ ഒരിക്കലും ദൈവത്തിന് നിന്നെ അനുഗ്രഹിക്കാൻ കഴിയത്തില്ല. ഈ പ്രതികൂലവും ഈ പ്രയാസവും പ്രതിസന്ധിയെല്ലാം നിന്റെ ജീവിതത്തിനകത്ത് വരുമ്പോ നീ ഇങ്ങനെ പറയണം, ഇതിലും വലിയ സന്തോഷം തരുവാൻ എന്റെ ദൈവത്തിന് കഴിയും. ഞാൻ അനുഭവിച്ച സങ്കടത്തിനായിട്ട് വലിയ സന്തോഷം, ഒരിക്കലും സങ്കടം എന്തെന്ന് അറിയാത്ത രീതിയിൽ മറന്നുപോകുന്ന രീതിയിലുള്ള സന്തോഷം തരുന്ന ആ വലിയ ജയഘോഷം തരുവാൻ എന്റെ യേശുവിന് കഴിയും. അത് തരുവാനുള്ള മുൻകോടിയാ ഈ പ്രതികൂലം. ഇവിടെ ഞാൻ പതറിപ്പോലല്ല, ഇവിടെ ഞാൻ യേശുവിനെ മുറുകെ പിടിച്ച് ഞാൻ ജയിക്കുമെന്ന് അന്ന് ദൈവത്തിന് ഉറപ്പുള്ള ദൈവമക്കൾക്ക് മാത്രമേ ദൈവത്തിന്റെ അനുഗ്രഹം എഴുതൽ ദൈവത്തിന്റെ മക്കളുമായി തീരുവാൻ കഴിയത്തുള്ളൂ. ആ ജനത്തിന് മാത്രമേ ദൈവത്തിന്റെ അനുഗ്രഹം പ്രാപിക്കാൻ കഴിയത്തുള്ളൂ. ആ ജനത്തിന് മാത്രമേ ദൈവത്തിന്റെ അനുഗ്രഹം പ്രാപിക്കാൻ കഴിയത്തുള്ളൂ. ആ ജനത്തിന് മാത്രമേ ദൈവത്തിന്റെ ആശ്വാസം പ്രാപിക്കാൻ കഴിയത്തുള്ളൂ. ഇന്ന് പ്രിയ ദൈവത്തിലെ കഷ്ടമില്ലെങ്കിൽ, പ്രതികൂലമില്ലെങ്കിൽ, പ്രയാസമില്ലെങ്കിൽ ദൈവത്തിനെ വിളിച്ചിട്ടില്ല. ദൈവത്തിനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ കഷ്ടവും പ്രതികൂലവും പ്രയാസമൊക്കെ കൊണ്ട്, പക്ഷേ എന്ത് മണ്ണിൽ കിടക്കില്ല. ഈ അനുഭവിച്ചത് വരുത്തിയാൽ സന്തോഷം നീ അനുഭവിക്കും. അപ്രകാരമുള്ള ജയഘോഷങ്ങളുടെ ദൈവമാണ് നിന്നെ എന്നെ വിളിച്ചിരിക്കുന്നത്. ഇന്ന് പകലോർക്കൂ ദൈവത്തിന്റെ വാർത്തത്തിന്റെ എന്റെ കർത്താവ് വിളിച്ചിരിക്കുന്നത് വലിയ ജയഘോഷത്തിലേക്ക്, വലിയ സന്തോഷത്തിലേക്ക്. അപ്രകാരം നിൽക്കുന്ന ദൈവമക്കൾക്ക് മാത്രമേ ദൈവത്തിന്റെ അനുഗ്രഹവും മഹത്വം എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, പ്രാപിക്കുവാൻ കഴിയത്തുള്ളൂ. സ്തോത്രം. അവർ യേശുവിനെ കണ്ടു. അവർക്ക് യേശു പറഞ്ഞു, അമ്മ സ്തോത്രം, കൈ തൊട്ടു നോക്ക്, എന്റെ മുറിവിൽ തൊട്ടു നോക്ക്, ഞാൻ യേശുവാണെന്ന് പറഞ്ഞു. സ്തോത്രം. ഇതെല്ലാം പറഞ്ഞിട്ടും അവർക്ക് സന്തോഷമുണ്ട്, പക്ഷെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അടുത്തത് കർത്താവ് അവരോട് പറഞ്ഞു, കഴിപ്പാൻ എന്തെങ്കിലും ഉണ്ടോ? അവരോടൊന്ന് എന്ത് ചെയ്തു? സ്തോത്രം. അവിടെ ഇരുന്ന ആമികാല സ്തോത്രം, സ്തോത്രം, മീനും ആമികാല സ്തോത്രം, തേനും കൊണ്ട് കർത്താവിന്റെ അടുത്ത് കൊടുത്തു. അത് കഴിഞ്ഞപ്പോൾ അവർക്ക് വിശ്വാസം വന്നു. സ്തോത്രം. ഞങ്ങൾ ഒരുവനെ പോലെ ഭക്ഷിക്കുന്നു. കർത്താവ് എന്നിട്ട് ഒരു കാര്യം പറയുന്നുണ്ട്, ഭൂതത്തിന് എന്തില്ല? ശരീരമില്ല. യെസ്, ഭൂതത്തിന് എന്തില്ല? ശരീരമില്ല. സ്തോത്രം. പാമ്പിന്റെ മേൽ കയറിയതാ അവൻ, ഇല്ലയോ? സ്തോത്രം. പാമ്പാ സംസാരിച്ചത്. സംസാരിപ്പിച്ച ആരാ? പിശാച്. സ്തോത്രം. അവന് ശരീരമില്ല. ഇന്ന് പ്രിയ മക്കളെ ഓർത്തോ. സ്തോത്രം. കർത്താവ് 40 ദിവസം അവർക്ക് വെളിപ്പെട്ട് കഴിഞ്ഞപ്പോഴാണ് അവരുടെ വിശ്വാസം പറഞ്ഞു. എങ്കിൽ ഇന്ന് ദൂത് കേട്ടിട്ടും ഈ ദൂത് റിപ്പീറ്റ് ചെയ്ത് വരുന്നതിന്റെ കാര്യം എന്തുവാ? ദൈവത്തിൽ നിന്ന് നിന്നെ കുറിച്ച് ഒരു പദ്ധതി. ആ പദ്ധതിയിലേക്ക് ആര് മാറാനാ? നമ്മൾ മാറാനാ. മാറുന്നവനും മാത്രമേ അനുഗ്രഹം പ്രാപിക്കാൻ പറ്റൂ. ദൈവത്തിന്റെ അനുഗ്രഹങ്ങളും വിടുതലും പ്രാപിക്കാൻ കഴിയും. ഒരു ദൈവമക്കളുടെ ക്വാളിറ്റി എന്ന് മനസ്സിലാവും. ആ കോരിന്ത്യർ പുസ്തകം വായിക്കാം. സ്തോത്രം. അവിശ്വാസിയോടൊപ്പം 6 കണ്ടോ, നീതിക്കും അധർമ്മത്തിനും തമ്മിൽ എന്തോ ചേരാൻ പറ്റൂ. പാപത്തിന് പാപത്തോടെ ചേരാൻ പറ്റൂ, നീതിക്ക് നീതിയോടെ ചേരാൻ പറ്റൂ. അടുത്തത് കണ്ടോ, വിശ്വാസികൾക്ക് അവിശ്വാസികമായ ഒരു ഓഹരിയുമില്ല. സ്തോത്രം. മക്കൾ, നീ ജീവനുള്ള ക്രിസ്തുവിന്റെ പൈതല, നിന്റെ സാക്ഷ്യം. അല്ലാതെ ലോകക്കാരൻ അത് ചെയ്യുന്നു, ലോകക്കാരൻ ഇത് ചെയ്യുന്നു, അതുകൊണ്ട് ഞാനും ചെയ്യാന്ന് പറഞ്ഞ് പോകാനല്ല ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നത്. ദൈവത്തിന് സാക്ഷിയായി നിൽക്കുവാൻ. എന്ന് പറഞ്ഞാൽ നിന്റെ ഓരോ പ്രവൃത്തി സ്വർഗം തുറന്ന് സന്തോഷിക്കേണ്ടതാണ്. സ്തോത്രം. എന്റെ ദൈവമക്കളായി കഴിഞ്ഞാൽ നമ്മൾ ഓരോ സംസാരങ്ങളും പ്രവൃത്തികളും ആർക്ക് സന്തോഷിക്കാനുള്ളതാ? ദൈവത്തിന് സന്തോഷിക്കാനുള്ളതാ. ആ വക നമ്മുടെ ജീവിതത്തിനകത്ത് ഉണ്ടാവണം. അതാണ് സ്വർഗത്തിന്റെ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. സ്തോത്രം. ഇന്ന് ഞാൻ തുടങ്ങുമ്പോൾ മുതൽ ദൈവത്തിന്റെ ആലോചന പറഞ്ഞു, നമുക്കുള്ള ദൈവം നിങ്ങളെ നിശ്ചയമായി അനുഗ്രഹിക്കും. ഈ പ്രതികൂലത്തിന്റെ മധ്യയിൽ അനുഗ്രഹിക്കുന്നത് വലിയ ഇരട്ടി മധുരമാണ്. കാര്യം എന്തുവാ? നടക്കാത്ത കാര്യമാണ് ദൈവം നടത്തി തരാൻ പോകുന്നത്. ഇന്ന് വിശ്വസിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് വിളിച്ചു പറയുന്നു, ചില അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ പോവാം. ഇന്ന് നിങ്ങളോട് ദൈവം ഒരു ദൂത് പറഞ്ഞിട്ടുണ്ടോ? ദൈവം നിങ്ങളോട് ഒരു ആലോചന പറഞ്ഞിട്ടുണ്ടോ? ആദ്യം ആ ദൂതിനെ ആലോചനയെ നിങ്ങൾ വിശ്വസിക്കുക. ആ ദൂതിനെ ആലോചനയെ തെറ്റിപ്പിക്കുന്നതാണ് പിശാചിന്റെ പ്ലാൻ. ഇന്ന് പകലോർത്തോ, അത് കൊണ്ടുവരുന്നവന്റെ പിന്നാലെയല്ല നിങ്ങൾ പോകേണ്ടത്, ദൂത് പറഞ്ഞവന്റെ പിന്നാലെയാ പോകേണ്ടത്, ദൂതിന്റെ പിന്നാലെയാ പോകേണ്ടത്, ദൂത് നൽകുന്ന ദൈവത്തിന്റെ പിന്നാലെയാ പോകേണ്ടത്. ആ യേശുവിനെ മുറുകി പിടിച്ചു. നീ ഇന്നെ തെറ്റിക്കുന്നതിന്റെ ഒന്നിന്റെ പിന്നാലെ പോവാതെ, തെറ്റിക്കുന്ന ചില കാര്യങ്ങളെല്ലാം പറയും, അതിന്റെ പിന്നാലെ നീ പോവാതെ ദൈവത്തിന്റെ ദൂതിനെ മാത്രം നോക്കി നീ ഓടുന്നുവെങ്കിൽ ദൈവത്തിന്റെ ദൂത് നിശ്ചയമായി വിളിച്ചു പറയുന്നു, ഈ 2021 തീരുന്ന മുമ്പേ ദൈവത്തിന്റെ ദൂത് നീ
നിന്റെ കുടുംബവും നിന്റെ തലമുറയും നിന്റെ കുടുംബം പൂർണ്ണമായി അനുഭവിക്കുന്ന രീതിയിൽ ദൈവം അത്ഭുതം ചെയ്യും. അസാധ്യങ്ങളെ സാധ്യമാക്കി തരും. സ്തോത്രം. ഇന്ന് കണ്ണുകൾ അടയ്ക്കാൻ നമ്മൾ ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിക്കാം. നമ്മളെ തന്നെ ഒന്ന് പൂർണ്ണമായി കർത്താവിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവെ, എന്തെങ്കിലും ബലഹീനങ്ങൾ, എന്തെങ്കിലും കുറവുകൾ, എന്തെങ്കിലും തെറ്റുകൾ എന്റെ ജീവിതത്തിനകത്തുണ്ടെങ്കിൽ കർത്താവെ എന്നോട് ക്ഷമിക്കണേ അപ്പ, എന്നോട് പൊറുക്കണേ അപ്പ. ദൈവമേ കർത്താവെ, എനിക്കൊന്ന് പുത്തൻ അനുഭവത്തിലേക്ക് മാറണം അപ്പ. ഒരു പുതിയ അനുഗ്രഹം എന്റെ കുടുംബത്തിനകത്ത് ഉണ്ടാവണം അപ്പ. ദൈവമേ കർത്താവെ സ്തോത്രം. ഇന്ന് ആ കർത്താവിന്റെ പാദപീഠത്തിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുക. ആ ദൈവത്തിന്റെ മഹത്വം ഉണ്ടാവട്ടെ. അതുപോലെ കർത്താവെ സ്തോത്രം. ഒരു പ്രാർത്ഥന വിഷയമുണ്ട്. ദൈവമേ കർത്താവെ, മഞ്ജുസിന് ഇന്നൊരു എക്സാം ഉണ്ട്. അവിടെ ദൈവത്തിന്റെ വലിയൊരു അത്ഭുതം നടക്കട്ടെ. ദൈവത്തിന്റെ വലിയൊരു ദൂത് നടക്കട്ടെ. അതേപോലെ ഓരോ മക്കളെ ഈ വഴികൾ തുറക്കപ്പെടട്ടെ. ദൈവമേ, അടഞ്ഞു കിടക്കുന്ന വഴികൾ തുറക്കപ്പെടട്ടെ. സാമ്പത്തികമായി ഭാരപ്പെടുന്നവർ, ജോലിക്ക് വേണ്ടി കരയുന്നവർ, ജോലിക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവർ, ദൈവമേ കർത്താവെ, ഭവനത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നവർ, ദൈവമേ കർത്താവെ, കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നവർ, കുഞ്ഞുങ്ങളുടെ ഭാവിക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവർ, കുടുംബത്തിന്റെ സമാധാനത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നവർ, ദൈവമേ കർത്താവെ, കുടുംബത്തിനകത്ത് സമാധാനം ഉയർത്തേണ്ടതിന് വേണ്ടി ആഗ്രഹിക്കുന്നവർ, ദേശം ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നതിന് ആഗ്രഹിക്കുന്നവർ, സഭ അനുഗ്രഹപ്പെടുന്നതിന് എല്ലാവരുടെയും ദൈവത്തിന്റെ കൃപ വെളിപ്പെടട്ടെ. ദൈവത്തിന്റെ സാന്നിധ്യം വെളിപ്പെടട്ടെ. വലിയ അത്ഭുതത്തോട് പുറത്തു വരട്ടെ. ദൈവത്തിന്റെ ഭൂതോട് പുറത്തു വരട്ടെ. ദൈവത്തിന്റെ വാക്തത്വത്തോട് പുറത്തു വരട്ടെ. അത്ഭുതങ്ങൾ ഓരോ കുടുംബം പ്രാപിക്കട്ടെ. ദൈവത്തിന്റെ കൃപ പ്രാപിക്കട്ടെ. വലിയ മഹത്വത്തോട്